ഹലോ ഗൈസ്, വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ് സീസൺ 2 എപ്പിസോഡ് നമ്പർ 5. സോ ഇന്ന് ഞാൻ വളരെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെയും പോഡ്കാസ്റ്റായിട്ട് വന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ സെയിം എക്സ്ക്യൂസ്. അത് കഴിഞ്ഞ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ എക്സ്ക്യൂസ് തന്നെ എപ്പോഴും. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, നമുക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവരണം. അപ്പം നമുക്ക് ഒരുപാട് കാര്യം സംസാരിക്കണ്ട. അപ്പം അങ്ങനെ ആലോചിച്ച പോലെ നടന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഇടയ്ക്ക് ചെയ്തായിരുന്നു. കുറച്ച് എപ്പിസോഡ് പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാനൊരു ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ചെയ്ത്, അവൻ രണ്ടാമത്തെ ഒരു ഷോർട്ട് ഫിലിം കൂടെ ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഷോർട്ട് ഫിലിമിന് ഞാനാണ് മ്യൂസിക് ചെയ്ത്. അങ്ങനെ മ്യൂസിക് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരം എനിക്ക് തന്നു. അതുകൊണ്ട് ഞാൻ അവനെ തന്നെ പിന്നെ ഇൻവൈറ്റ് ചെയ്തു. നമ്മൾ ഒരേപോലെ അടുത്ത ഇനി സിനിമയാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് ഒരേ ആഗ്രഹമുള്ള ഒരേ ആൾക്കാരാണ്. അപ്പം കൃഷ്ണചന്ദ്രനെ വെൽക്കം ചെയ്യുന്നു. ഹലോ, ഹായ്. സോ ഗൈസ്, അപ്പം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മൾ ഇതിനു മുന്നേയും പോഡ്കാസ്റ്റിൽ ഇരുന്നിട്ടുണ്ട്. അത് ആദ്യത്തെ ഷോർട്ട് ഫിലിം മഗ്ലിദ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, രണ്ടാമത്തെ ഷോർട്ട് ഫിലിം ഹെയർ ലോക്ക്. അപ്പം അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന. അതേപോലെ നമ്മൾ അടുത്ത ഷോർട്ട് ഫിലിം ചെയ്തു, വീണ്ടും പോഡ്കാസ്റ്റിൽ ഇരിക്കുന്നു. നമ്മുടെ വാക്ക് വലിച്ച്. അതിൽ തന്നെ എങ്ങനെയായിരുന്നു, ലൈക്ക് നമ്മളൊരു ഷോർട്ട് ഫിലിം ഫസ്റ്റ് എന്റെ ഐഫോണിലെടുത്ത്. അതെ, ഇത് ഈ ഫോണിലെടുത്ത്. അതെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ക്യാമറയില് അതൊരു ക്യാമറ ക്രൂവിനെ വെച്ച് വലിയ സെറ്റപ്പ് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടുകഴിഞ്ഞാല് നല്ല ക്രൂ ഒരുപാടുള്ളവരെ തോന്നും. പക്ഷെ എങ്ങനെയായിരുന്നു നിനക്ക് അതിൽ ഒരു നെക്സ്റ്റ് ലെവലാണല്ലോ ആ ഒരു എന്തായാലും നമ്മൾ ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുക്കുന്ന സമയത്ത് നമ്മുടെ ബഡ്ജറ്റ് ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മുടെ അധികം പൈസ ഒന്നുമില്ല. ആ സമയത്ത് നമുക്കറിയാം ഇവന് ഇതെല്ലാം അതിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചത് ഒരു ഷോർട്ട് ഫിലിം എടുക്കണം, ഐഫോണിൽ എടുക്കാം. കാരണം അപ്പൊ ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ ഈ ഫ്രഷേഴ്സിനൊക്കെ ഈ ഫിലിം ആദ്യം ഒരു ഐഫോണിൽ എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞ കുറെ ടിപ്സും കാര്യങ്ങളും കണ്ട് അങ്ങനെ ഐഫോണിൽ എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇവന്റെ ഐഫോണിൽ ഇവനെ നായകനാക്കി ഞാൻ എടുത്ത്. നായകനല്ല, അതിനൊരു ക്യാരക്ടറായിട്ട് മെയിൻ കഥാപാത്രമായിരുന്നു. അപ്പം പക്ഷെ ഐഫോണിൽ ഷോർട്ട് ഫിലിം എടുത്ത് കഴിഞ്ഞ് കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്തത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്ട് ഒരു ലെവൽ എങ്കിലും അത് ഐഫോണിൽ എടുത്ത് ഇനി അടുത്തൊരു ക്യാമറയിൽ നമുക്ക് എടുത്ത് ചെയ്യാം, എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് കുറച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്തു. പിന്നെ ആ സമയത്ത് നമ്മുടെ വലുതായിട്ടൊന്നും നമ്മുടെ ഇതൊന്നും മാറിയിട്ടില്ല. പക്ഷെ കുറെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമുക്കത് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റി. അടുത്ത ലെവൽ ഒരു ലെവലില് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റി. ഷോർട്ട് ഫിലിമിന്റെ പേര് മഗ്ലിദ. ഇപ്പൊ ചെയ്ത് ഹെയർ ലോക്ക്. എന്താണ് ഹെയർ ലോക്കിന്റെ പിന്നില്? ഹെയർ ലോക്ക് എന്ന് പറഞ്ഞ പേര് ആദ്യം നമ്മളിപ്പോ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങിയ സമയത്ത് എന്താണെന്ന് ചോദിച്ചു ആൾക്കാർ, ഈ ഹെയർ ലോക്ക് എന്താണ്. പക്ഷെ ആ ഷോർട്ട് ഫിലിം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഹെയർ ലോക്ക് എന്നുള്ളത്. ആ സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടൈറ്റിലാണ് ആക്ച്വലി ഹെയർ ലോക്ക്. അത് ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ അതിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എല്ലായിടത്തും പിൻ ചെയ്തേക്കാം, പറ്റാണെങ്കിൽ ഒരു വീഡിയോ. അപ്പം അത് മാത്രല്ല, ഈ ഷോർട്ട് ഫിലിമിന് വേറൊരു പ്രത്യേകത ഉണ്ട്, എന്റെ പാട്ട് ഇതിലുണ്ട്. അതെ, അതിന് പിന്നിലൊരു കഥയുണ്ട്. അതായത് ഞാൻ ഡൽഹിയില് ഓൺ സൈറ്റ് പോയ സമയത്താണ് ഇവന്റെ പാട്ടിന്റെ പേര് മാനസികമായി പോയി. അതെ, മാനസിക സന്ദർശനം. അപ്പൊ ആ സോങ് റിലീസ് ആവുന്നു. അപ്പൊ ഞാൻ ആ സോങ് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ അപ്പൊ തന്നെ അയച്ചു, അത് രസമുണ്ട്, നല്ല സോങ്, കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് കേൾക്കാൻ തുടങ്ങി. അപ്പം പക്ഷെ ഞാൻ അന്ന് വിചാരിച്ചില്ല ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു അതിൽ ഈ സോങ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അന്ന് വിചാരിച്ചില്ല. പക്ഷെ എന്തോ ഭാഗ്യവശാൽ ഒരു സോങ് ഇറങ്ങിയിരുന്ന 3 മാസങ്ങൾക്ക് ശേഷം ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ അടുത്ത് പറഞ്ഞു, ഒരു സോങ്ങിന്റെ ഒരു ഗ്ലിംസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതിൽ സോങ് വേണം. പക്ഷെ ഈ സോങ് പ്ലേസ് ചെയ്ത് അപ്പോഴും നമ്മുടെ ഐഡിയയിൽ ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് മനസ്സെ കേട്ടപ്പോൾ ഇത് എന്തുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ മനസ്സിന്റെ സോങ് ഒന്ന് അയച്ചോ, ട്രാക്ക് അയച്ചു തരുമോ. അവൻ അയച്ചു തന്നു. അപ്പൊ അത് പ്ലേസ് ചെയ്ത് നോക്കിയപ്പോൾ അത് കറക്റ്റ് വർക്കായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തന്നെ മതി. ഇവന് ചോദിച്ചപ്പോൾ ഇവന് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അവന് ഹാപ്പി ആയിരുന്നു. അപ്പൊ അങ്ങനെ അത് പ്ലേസ് ചെയ്യാൻ പറ്റി, അതിൽ ഹാപ്പി. പക്ഷെ അത് ലവ് സോങ് അല്ല. പക്ഷെ അത് എവിടേക്കും അത് വർക്കായി. അത് ആ വിഷ്വൽസും ആ മ്യൂസിക്കും കൂടെ വന്നപ്പോ അത് ബ്ലെൻഡ് ആയി പോയി എന്നുള്ളതാണ്. നല്ല മാച്ചിങ്. അതെ, ഞാൻ പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ. ഇവൻ ഓൾറെഡി എന്റെ അടുത്ത് അടുത്ത പാട്ട് ചെയ്യുമ്പോ നമുക്കൊരു ആൽബം പോലെ ഷൂട്ട് ചെയ്യാം, അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ അതൊരു ഷോർട്ട് ഫിലിമിനെ ഉപയോഗിക്കുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചു. അതെ, അത് ഭയങ്കര ഹാപ്പി ആക്ച്വലി. ഒരു 3 മാസങ്ങൾക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ അന്ന് വിചാരിച്ചില്ലേ ഈ സോങ് എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നോ, എന്റെ ഷോർട്ട് ഫിലിമിൽ ഈ സോങ്ങിന്റെ ഒരു ഇത്രയും സ്പേസ് കിട്ടുമെന്നൊന്നും ഞാൻ അന്ന് വിചാരിച്ചില്ല. പക്ഷെ അത്
എന്തോ അത് കറക്റ്റായിട്ട് വന്നെന്ന് തോന്നുന്നു. പക്ഷെ അത് നമ്മളന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇനിഷ്യൽ ഐഡിയ അത് ഇല്ലായിരുന്നു. സോങ് പ്ലേസ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു പുതിയ സോങ് ചെയ്യാന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് അത് പ്ലേസ് ചെയ്ത് കറക്റ്റ്. എടാ പിന്നെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഒരു ഐഫോൺ വെച്ചെടുത്താണ്. ഇപ്പൊ ഐഫോൺ മാത്രമല്ല, നമുക്ക് ഏത് ഫോണിലും എടുക്കാം. അപ്പം ഐഫോണിലെടുത്തു. ഇപ്പൊ നമ്മൾ ക്യാമറയും അത് മാത്രമല്ല നമ്മള് എന്താ സിങ് സൗണ്ട് പ്രാക്ടീസ് ചെയ്ത്, അപ്പൊ എന്താ പറയാ, അപ്പൊ കുറച്ചധികം എക്യുപ്മെന്റ്സ്, പുതിയ എക്യുപ്മെന്റ്സ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ചെലവുകളുണ്ട്. അപ്പൊ നീ ഈ സ്റ്റെപ്പ് അടുത്ത നെക്സ്റ്റ് ഒരു സ്റ്റെപ്പാണല്ലോ, അപ്പൊ എന്തൊക്കെയാണ് നീ പ്ലാൻ ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യത്തെ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ്? ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ ഷോർട്ട് ഫിലിം ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എക്യുപ്മെന്റ്സ് എന്ന് പറയാൻ ഒരു സെൽഫി സ്റ്റിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐഫോണും സെൽഫി സ്റ്റിക്ക്, അല്ലാണ്ട് വേറെ ഒരു എക്യുപ്മെന്റ്സും ഇല്ല. പിന്നെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിന്റെ സ്റ്റോറി മൊത്തം നടക്കുന്നത് എക്സ്റ്റീരിയർ ആണ്, അത് പകലാണ്. അപ്പൊ നമുക്ക് ലൈറ്റിങ്ങിന്റെ എക്സ്ട്രാ ആവശ്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇത് ഇപ്പൊ രണ്ടാമത്തെ ഷോർട്ട് ഫിലിം ഹെയർ ലോക്കിലേക്ക് വരുമ്പോൾ മൊത്തം ഇന്റീരിയർ ഉണ്ട്, പക്ഷെ എക്സ്റ്റീരിയർ ഉണ്ട്. പക്ഷെ ഇന്റീരിയർ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ്, ഒരു സലൂണിൽ നടക്കുന്ന ഒരു സ്പേസ് ആണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ലൈറ്റ് അപ്പ് ചെയ്യണം. അവിടെ ഓൾറെഡി ലൈറ്റ്സ് ഉണ്ട്, എന്നാൽ പോലും നമുക്ക് എക്സ്ട്രാ ലൈറ്റ് കൊടുക്കണം. പിന്നെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് ലൈറ്റിന്റെ ഇമ്പോർട്ടൻസ് അധികമുണ്ട്. പിന്നെ ഗിംബൽ ഉപയോഗിക്കേണ്ടി വന്നു ചില ഷോട്ട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഈ സലൂണിൽ എപ്പോഴും എല്ലാ സ്റ്റഡി ഷോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. കാരണം ആ ക്ലോസ് സ്പേസിൽ ഒരു കഥ നടക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും ആൾക്കാർക്ക്, അത് കണ്ടുകൊണ്ടിരിക്കുമ്പം. അപ്പം കുറച്ച് മൂവ്മെന്റ് ഷോട്ട്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിംബൽ എടുക്കേണ്ടി വന്നു. പിന്നെ ഡബിങ് ചാർജ് ഇപ്പം ഭയങ്കരമായിട്ട് കൂടി. ഇപ്പം നമുക്ക് ഇത് ഏകദേശം 22 മിനിറ്റ് വരുന്നുണ്ട്. സ്റ്റുഡിയോ 22 മിനിറ്റ് നമ്മൾ ഡബ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ചാർജ് എല്ലാം കൂടെ കൂട്ടിയിട്ട് വലിയൊരു എമൗണ്ട് ആവും. നമ്മള് ഓരോ ആൾക്കാര് അവരുടെ ഒരു ലിപ്പ് പിടിക്കണം. അപ്പൊ അവരൊന്നും ഇപ്പൊ ഇതിൽ അഭിനയിച്ച ആൾക്കാരെ പോലും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. അതിൽ ഒരാൾ മാത്രം ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഫ്രഷേഴ്സ് ആണ്, ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ലിപ്പ് പിടിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണും. അപ്പൊ ഈ സ്റ്റുഡിയോ പോകുന്ന സമയത്ത് അതിന് ടൈം എടുക്കും, അതിനനുസരിച്ച് നമ്മുടെ റേറ്റും ബഡ്ജറ്റ് അതിനനുസരിച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ മൈക്ക് റെന്റിന് എടുത്തു, സിങ് സൗണ്ട് റെക്കോർഡ് ചെയ്ത് പോവാം. എന്നിട്ട് അത് ഡീനോയ്സ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഡീനോയ്സ് ചെയ്താൽ പോലും അത് എത്ര ക്വാളിറ്റിയിൽ കിട്ടുന്നുള്ളതെന്ന് ഒരു സംശയമായിരുന്നു. അപ്പൊ നമ്മള് എബിനാൻ ഡീനോയ്സ് ചെയ്തിട്ട് എനിക്ക് അയച്ചെന്നു. അപ്പം ഒരു കോൺഫിഡൻസ് കിട്ടി, അതിനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞൊരു പ്ലാനിലേക്ക് അവസാനം വന്നു ലാൻഡ്. അപ്പൊ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ആക്ച്വലി. കഴിഞ്ഞ ഷോർട്ട് ഫിലിം നമ്മള് അതിൽ ഡബ് ചെയ്തു. ഈ മൈക്കിൽ എന്താണെന്ന് തോന്നുന്നു, നമ്മള് ഇവന്റെ വീട്ടിൽ വേറെ മൈക്കിലായിരുന്നു നമ്മള് ഡബ് ചെയ്തു. പക്ഷെ ഈ പ്രാവശ്യം ഡബ് നടന്നില്ല. സാഡ്ലി ആ മൈക്കിന് RIP മരിച്ചു. അപ്പോ ഡിഫറൻസ് ഉണ്ട്. ഇത് ടെക്നിക്കാലിറ്റിയിൽ കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഐഫോൺ ഷൂട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനുള്ള ഇതില്ല, കുറച്ച് പാടാണ്. പിന്നെ അതിനനുസരിച്ച് ലൈറ്റും റെന്റിന് ക്യാമറ എടുക്കുന്നു, LC എടുക്കുന്നു, പിന്നെ ഗിംബൽ എടുക്കുന്നു, പിന്നെ LC ലൈറ്റ് എക്സ്ട്രാ ലൈറ്റ് കൊടുക്കണമായിരുന്നു. അപ്പം പിന്നെ ഇതെടുക്കുന്നു, ബാറ്ററി, ലെൻസ് എടുക്കുന്നു, 2-3 ലെൻസ്, വൈഡ് ലെൻസ്, ക്ലോസ് ലെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലെൻസ് എടുത്തു. അതിന് തന്നെ ഏകദേശം നല്ല ചാർജ് ഉണ്ട് ആക്ച്വലി. അങ്ങനെ 3 ലെൻസ് എടുത്തു. ഇപ്പൊ ഐഫോണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലെൻസിന്റെ ആവശ്യം, ഫോൺ സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ അടുത്ത് പോയാൽ അത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ ഇത് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റി. അത് എനിക്കും പുതിയൊരു കുറച്ച് കാര്യങ്ങൾ ഫ്രഷ് ആയിരുന്നു എന്നുള്ളത് തോന്നി. ഞാനിത് ആദ്യത്തെ ഷോർട്ട് ഫിലിം ഐഫോണിൽ എടുത്തതുകൊണ്ട് അതിന് ഇന്റർലി ഡിഫറെന്റ് ആണ് ഇതിലെ കാര്യങ്ങൾ ചെയ്തപ്പോ. നമ്മള് ഇപ്പൊ നിങ്ങൾ തോന്നും ഭയങ്കര സംഭവമായിട്ട് പറയുന്ന കാര്യം, നമ്മൾ പഠിച്ച കാര്യം നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടാകണമെങ്കിൽ ഒരു ബുക്ക് എടുത്ത് നോട്ട് ചെയ്യാം. ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിത് ഐഫോണിൽ എടുത്തിട്ട് അടുത്ത ഷോർട്ട് ഫിലിം ഇതിലേക്ക് വന്നപ്പോൾ കുറെ മാറ്റങ്ങൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഷെയർ ചെയ്യുന്നു, ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടായി. പിന്നെടാ ഈ ഒരു വർഷം നമ്മൾ എടുത്തിട്ട്, അത് മാത്രല്ല കേസ്, നമ്മുടെ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് എനിക്ക് 1 വർഷമായി. അപ്പം ഒരു എന്നാണെന്നുള്ളത് ഞാൻ ഡേറ്റ് മറന്നായി. പക്ഷെ എന്നാലും ഏതാണ്ട് ഒരു ആനിവേഴ്സറി പോലെയാണെന്ന്. അപ്പം ഞാൻ പരിപാടി സ്റ്റാർട്ട് ചെയ്തു, ഞാൻ കുറെ സ്വന്തമായിട്ട് പാട്ടൊക്കെ ചെയ്തു. അത് കൂടെ തന്നെ നീ വർക്ക് ചെയ്തു, നീ ഒരു ഷോർട്ട് ഫിലിമിന് കഥ എഴുതി. ഈ കഥ എങ്ങനെയാണ് കിട്ടിയത്? ഈ കഥ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ റിയൽ ലൈഫ് സ്റ്റോറി ആണോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മഗ്ലതം കഴിഞ്ഞിട്ട് ഒരുപാട് കഥകൾ നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പൊ ഒരുപാട് കഥകൾ ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ ചില കഥകളൊക്കെ നമ്മൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അത് ബഡ്ജറ്റ് വൈസ് ഭയങ്കര ഹൈ ആണ്. ഞാൻ തള്ളുന്നല്ല, പക്ഷെ ശരിക്കും എഴുതി വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്തെടുക്കാനുള്ള അതിന്റെ ഇതിനൊക്കെ അനുസരിച്ചുള്ള ബഡ്ജറ്റ് അതിനാവും എന്ന് പറഞ്ഞൊരു ധാരണ വന്നപ്പോൾ അത് എന്തായാലും ഇപ്പൊ പുൾ ഓഫ് ചെയ്യാൻ പറ്റൂല. അപ്പൊ പിന്നെ ചെറിയ കഥകളിലേക്ക് വീണ്ടും പോവാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സ്പേസ് നടക്കുന്ന കഥകളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് കുറയ്ക്കാം. അപ്പം അങ്ങനത്തെ ഒരു കഥ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മനസ്സിലുണ്ടായിരുന്നു. അത് എന്തെങ്കിലും ഇപ്പൊ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും കിട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മൈൻഡ് ചെയ്യുന്നൊരു കഥ. അതായത് ഇത് ഇനിഷ്യലി ഞാൻ ആലോചിച്ച് വേർന്നല്ല, ഈ കഥ ഇങ്ങനെ ആയിരുന്നില്ല. അതായത് നൈറ്റ്
ഒരു വയസ്സായ ഒരു അപ്പൂപ്പൻ, ഒരു പഴയ ഒരു ബാർബർ ഷോപ്പ്, ഒരു സലൂൺ. അവിടേക്ക് ഒരു കുട്ടി ഒരു ഒറ്റയ്ക്ക് കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് തലേന്ന് ആ സലൂണിലേക്ക് നൈറ്റ് വരാണ്. അപ്പൊ കഥ ഫുള്ള് പറയണ്ട. അപ്പൊ അങ്ങനത്തെ ഒരു ഇനിഷ്യൽ ഐഡിയയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ കാണ് ഇതല്ല ഇപ്പോഴത്തെ കഥ, ഇതല്ല. പക്ഷെ ഇനിഷ്യലി ആലോചിച്ചപ്പോ ഇങ്ങനെയായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഡ്രൈ ആയി. അങ്ങനെ 2 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവര് തമ്മിലിങ്ങനെ വെറുതെ സംസാരിച്ച് ഇതിലേക്ക് അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് മാറി വന്നപ്പം ഇങ്ങനെ എനിക്കൊരു സംശയം. അപ്പം ഇപ്പൊ നീ ഇപ്പൊ ഇനിഷ്യലി ഒരു കഥ എഴുതുമല്ലോ, പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ്റെ പ്രാക്ടിക്കാലിറ്റി നോക്കിയിട്ടാണോ കഥ മാറ്റുന്നത്? പിന്നീട് മാറ്റാറ് ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ എഴുതി വെക്കുന്ന സാധനം ഇപ്പം അതിനനുസരിച്ചായിരിക്കും പ്ലാൻ ചെയ്തത്. പക്ഷെ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് കുറെ കാര്യങ്ങൾ മാറ്റേണ്ടി വരും. ഇപ്പൊ ചില ഷോട്ടൊക്കെ നമുക്ക് ഇത് വേണ്ട, ഇത് അത് ഇപ്പൊ നീ പറഞ്ഞല്ലോ, ഇപ്പം ഇത്രയും ബഡ്ജറ്റ് കൂടിയ ഞാൻ എഴുതിയ കഥയെല്ലാം അപ്പൊ അത് എങ്ങനെയാണ് ഒരു കുറഞ്ഞൊരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത്? അങ്ങനെ നമ്മളിപ്പം അത് എഴുതി പോകുന്ന സമയത്ത് അത് നമ്മൾ ആദ്യം ആ ബഡ്ജറ്റും നമ്മൾ ആലോചിക്കില്ല. ആ കഥയ്ക്ക് വേണ്ട ഒരു സ്പേസും ആ ഒരു ഇത് കൊടുത്താണ് നമ്മൾ എഴുതുന്നത്. അപ്പം അത് പിന്നീട് ചുരുക്കുമ്പം അതനുസരിച്ച് മാറും. ചിലപ്പോൾ അത് കഥേനെ ബാധിക്കും. അപ്പൊ അതിനേക്കാൾ അത് എടുക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. അത് മാറ്റി വെച്ചിട്ട് അതിനെ നമ്മൾക്ക് ആ ഒരു സ്പേസിൽ പറയാൻ പറ്റുന്ന കഥ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ആ കഥയ്ക്കും കുറച്ച് ഇത് കിട്ടും, ആൾക്കാർക്ക് ആ കഥ കണക്ട് ആവും. നമ്മൾ ചുരുക്കം നിന്ന് കഴിഞ്ഞാൽ കഥയും മാറും, പിന്നെ ആൾക്കാർക്ക് ആ കണക്ഷൻ കിട്ടൂല. അപ്പൊ ആൾക്കാർ തന്നെ പറയും ഇത് ഇങ്ങനെ എടുക്കേണ്ട കഥ അല്ലല്ലോ എന്ന് പറയും, അവരെന്നെ പറയും. അപ്പൊ അതിനേക്കാൾ നല്ലത് ആ നമ്മുടെ ബഡ്ജറ്റിന് നമുക്ക് കിട്ടുന്ന ഐഡിയാസ്, അങ്ങനത്തെ ഐഡിയാസ് ചൂസ് ചെയ്ത് അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നൈസ്. അതെനിക്ക് പറഞ്ഞപ്പം ഒരു ഡൗട്ട്. അപ്പോ അങ്ങനെ ഒരു ഇപ്പൊ നമ്മുടെ സ്പേസ് നോക്കി കഴിഞ്ഞാൽ സലൂണ് അതുമായിട്ട് കറങ്ങിയിട്ടാണല്ലോ, അതൊരു ലവ് സ്റ്റോറി. ഇപ്പം ഹെയർ ലോക്ക്, ഇപ്പം ഇത് എന്റെ അഭിപ്രായത്തിൽ ഇതൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റൂലെന്നാണ്. എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്? ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു നിന്റെ ലവ് സ്റ്റോറി അല്ലേ, നിന്റെ ലൈഫിൽ നടന്നതല്ലേ. സത്യം പറഞ്ഞാൽ അങ്ങനെ നടന്നിട്ടില്ല. ഇത് ഒരു കണക്ഷൻ നമുക്കൊരു ഐഡിയ വീണ് കിട്ടുമല്ലോ. ഈ ഐഡിയയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇനിഷ്യലി ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് അല്ലായിരുന്നു, ഇത് 2 ക്യാരക്ടേഴ്സ് മാത്രമായിരുന്നു. പക്ഷെ അത് എഴുതി വന്നപ്പോൾ കുറെ ഡ്രൈ ആയി. ഇപ്പൊ ആൾക്കാർ ഒരു സ്പേസ് നടക്കുന്ന കഥ, അതും ഭയങ്കര ഡയലോഗ്സ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഭയങ്കര ലാഗ് അടിക്കും. അപ്പൊ അതിനേക്കാൾ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ മാറ്റി കുറെ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹ്യൂമർ ആഡ് ചെയ്ത്. അപ്പം ഇതിലിടയ്ക്ക് ഒരു എക്സ്റ്റീരിയർ സീന് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അത് ആദ്യം എഴുതി വെക്കുന്ന അത് ഒരു കഫറ്റീരിയയിൽ നടക്കുന്ന പോലെയാണ്. പക്ഷെ അത് ഹ്യൂമർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സീൻ നമ്മൾ ഒരു വേറെ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഷോർട്ട് ഫിലിം കാണുമ്പോൾ അത് മനസ്സിലാൻ പറ്റും. അങ്ങനെ കുറച്ച് ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കണ്ടിരിക്കാൻ പറ്റും. അപ്പം അതായിരിക്കും കുറച്ചുകൂടെ ഇതെന്ന് തോന്നുന്നു എനിക്ക്. അതപ്പം ഈ നീ ഇപ്പൊ സ്റ്റോറി റൈറ്റിംഗിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? അപ്പൊ ചിലവരുണ്ടല്ലോ, ചില സ്ഥലത്ത് പോയിരുന്ന ഇൻസ്പിറേഷൻ കിട്ടിയിരുന്നു. അപ്പൊ ഈ ഒരു കഥ എഴുതാൻ എന്തായിരുന്നു നമുക്ക് സത്യം പറയാൻ നമുക്ക് എന്തായാലും ഊട്ടി പോയി റിസോർട്ട് റൂം എടുത്ത് എഴുതാനുള്ള അല്ല എന്തായാലും നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ഈ ഐഡിയ ഒരു 1 വീക്ക് നമ്മുടെ മനസ്സിൽ കടക്കുന്നുണ്ടെങ്കിൽ അത് വർക്കാം. ഇപ്പൊ ഇതിന്റെ ഐഡിയ മനസ്സിൽ കടന്നു 1 വീക്ക് കൂടുതൽ കടന്നു. അപ്പൊ എനിക്കിത് മനസ്സിലായി ഇതിലെന്തോ ഉണ്ട് സാധനം. എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി, ചെയ്യണം തോന്നി. ചില ഐഡിയാസ് ഒക്കെ നമുക്ക് അല്ലാണ്ട് വരും. പക്ഷെ അതൊക്കെ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഇതായിട്ട് തോന്നി, ഇന്നലെ ആലോചിച്ചെന്ന് തോന്നും. അപ്പൊ ഈ ഐഡിയ ഭയങ്കരമായിട്ട് ഓക്കെ ഇത് പറയണത്, ഇതൊരു ഫീൽ കിട്ടും. എനിക്കൊരു അല്ലാണ്ട് ഈ മഗ്ലിതം കഴിഞ്ഞിട്ട് എനിക്കൊരു റൊമാൻസ് എന്നല്ല, ഇതൊരു ഫീൽ ഗുഡ് ആണ്. മോറോവർ അത് എനിക്കൊരു ഫീൽ ഗുഡ് സാധനം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് അങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് കിട്ടി, ഇതിനത് കറക്റ്റ് ആവും തോന്നി. അപ്പം അങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ ഇനിഷ്യലി ഐഡിയ വർക്കാവും നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയും, ഷെയർ ചെയ്യും. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവനോട് ഷെയർ ചെയ്തു. അപ്പം അവനത് കണക്ട് ചെയ്ത് കൊള്ളാന്ന് പറഞ്ഞു. അപ്പം ഇത് ആദ്യം നമ്മൾ സീൻ ഓർഡർ പോലെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി, ഇത് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ഒരു ചാർട്ട് പോലെ വരയ്ക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ എഴുതാൻ എളുപ്പം. ക്ലൈമാക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും അത് ലാൻഡ് ചെയ്യും. എനിക്ക് ക്ലൈമാക്സ് കിട്ടി, ഏതൊരു കഥയ്ക്കും ക്ലൈമാക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള വേണ്ട, എനിക്ക് ക്ലൈമാക്സ് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ലാൻഡ് ചെയ്യും. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് കിട്ടിയപ്പോഴാണ് ഞാൻ ഇത് എഴുതാൻ തുടങ്ങിയത് ആക്ച്വലി. വെളിയിൽ ആരോ ഹോൺ വെച്ചോണ്ടിരിക്കുക. അപ്പം ഈ എനിക്ക് കണ്ടെടുത്തോളം ഇതൊരു പ്രോപ്പറായിട്ട് നമുക്ക് ഒരു സിനിമ എങ്ങനെ എടുക്കുന്ന ആ ഒരു എഫേർട്ട് നമ്മൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്ര എക്യുപ്മെന്റ്സോ ബഡ്ജറ്റോ ഇല്ല. പക്ഷെ എന്നാലും ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് നമ്മൾ ഈ ഫിലിം എടുത്തത്, ഷോർട്ട് ഫിലിം എടുത്തത്. അത് മാത്രമല്ല, ഇത് ഇപ്രാവശ്യം ഞാൻ നോക്കിയപ്പോ ഞാനിങ്ങനെ നോക്കുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം എന്താണ് മേജർ ആയിട്ടുള്ളത്. നല്ലൊരു സ്റ്റോറിയാണ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് നല്ലൊരു സ്റ്റോറിയാണ്. പക്ഷെ ഇതിനൊരു പ്രോപ്പർ ക്രൂ ഉണ്ടായിരുന്നു.
ക്യാമറയ്ക്ക് ഒരു ക്രൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനില് എല്ലാ രീതിയിലും എഡിറ്റിങ്ങിന് ആള്, കളർ ഗ്രേഡിങ്ങിനാണ്, ഞാൻ ഉണ്ടായിരുന്നു. പിന്നീട് സൗണ്ട് എഫക്ട്സ് ആളുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സത്യം പറഞ്ഞ എല്ലാവരും സൗണ്ട് എഫക്ട്സ് മ്യൂസിക് ഒക്കെ ഏകദേശം ഇവനാണ് ആദ്യം പുൾ ഓഫ് ചെയ്തത്. അപ്പം ഇപ്രാവശ്യം അങ്ങനെ എല്ലാത്തിനും ആളുണ്ടായിരുന്നു. അപ്പം എടാ നീ എങ്ങനെയാണ് ഇത്ര ആൾക്കാരെ കൊണ്ടുവന്നതും അവരെങ്ങനെയാണ് നിന്നെ വിശ്വസിച്ചത്? അതാണ് മെയിൻ കാര്യം. പ്രശ്നമല്ല എങ്ങനെ എന്നെ വിശ്വസിച്ചു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇവൻ മാത്രം എന്നെ ഓൾറെഡി ട്രസ്റ്റ് ഇവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെ വിശ്വസിച്ചു എന്നുള്ളത് എനിക്കറിയാം. ഇതിൽ അഭിനയിക്കാവുന്ന ചേട്ടൻ പോലും ചേച്ചിക്ക് പോലും ഒരു ഇനിഷ്യലി ഒരു ഐഡിയ ഉണ്ട് ഇവൻ ഇത് എങ്ങനെ പുൾ ഓഫ് ചെയ്യും എന്നുള്ള ഒരു കഥ പറഞ്ഞു. കഥ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. പക്ഷെ ഇത് എങ്ങനെ പുൾ ഓഫ് ചെയ്യും? കാരണം ഈ ഫീൽ ഗുഡ് കഥകളൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ ഈ സീൻ, ഈ റഫ് കട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ഫീലൊന്നും കിട്ടൂല. അതൊരു എക്സൽ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് ഒരു ഔട്ട് കഴിയുമ്പോഴേ നമുക്കത് വർക്കാണോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉണ്ട്. എങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ ഈ കുറെ കോണ്ടാക്ട്സ് വഴി കുറെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. ഇപ്പൊ സൗണ്ട് എഫക്ട്സ് ചെയ്ത ഫ്രണ്ട് ഞാൻ ആദ്യം എനിക്കൊരു ഇവനെ കൊണ്ട് എന്നെ ലാസ്റ്റ് കാലടി ചെയ്യിപ്പിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവൻ എന്നെ ഓൾറെഡി പറഞ്ഞുടാ ടൈമില്ല, മ്യൂസിക് ഞാൻ ഫോക്കസ് ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ വഴി കിട്ടിയ കോണ്ടാക്ട് ആണ്. ഇത് എങ്ങനെയെന്ന് അറിയത്തില്ല, ഫ്രണ്ട്സ് വഴി ഇങ്ങനെ കറക്റ്റ് എല്ലാം എങ്ങനെയൊക്കെയോ കറക്റ്റ് ടൈമിനെല്ലാം എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ്. കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ പോയതാണ്. എനിക്കൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. ആക്ച്വലി ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ടിംഗ് മാത്രമേ പ്ലാൻ ഉണ്ടായിരുന്നു. പോസ്റ്റ് പിന്നീട് നോക്കാമെന്നുള്ള പ്ലാൻ ആയിരുന്നു. മ്യൂസിക് എന്തായാലും ഇവൻ തന്നെ ഞാൻ ഓൾറെഡി ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ദിവസം നൈറ്റ് വന്നിട്ട് ഞാൻ ഒരു കഥ പറഞ്ഞു. ഇവൻ പറഞ്ഞ നൈസാണ്, വർക്കാണ്, ചെയ്യ്, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അന്നേ സെറ്റ് ആയിരുന്നു. ആക്ച്വലി ഞാൻ ഇവന്റെ അടുത്ത് മാത്രമേ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രൂവില് ബാക്കിയുള്ള ആൾക്കാർക്ക് പിന്നീട് വന്നതാണ്. സൗണ്ട് എഫക്ട്സ് ചെയ്യുന്ന ആളായാലും ക്യാമറമാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇവന്റെ അടുത്താണ് ഞാൻ ഇനിഷ്യലി ഞാൻ എനിക്ക് തോന്നുന്നു ക്യാമറമാൻ്റെ അടുത്ത് കഥ പറയുന്നതിന് മുന്നേ ഇവന്റെ അടുത്താണ് ഞാൻ ആദ്യം പറയുന്നത്. ഇവനാണ് ആദ്യം കൊള്ളാം നമുക്ക് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച് ഞാൻ മ്യൂസിക് ചെയ്ത സൗണ്ട്. ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം മൂന്നിലും വേണമെങ്കിൽ ഇനി എഡിറ്റിംഗ് ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് മൂന്നും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്താൽ അത്ര നന്നല്ല. ഓരോ ആൾക്കാർ ഓരോ ഇത് ചെയ്യുന്ന സമയത്ത് അവരുടെ ഔട്ട്പുട്ട് ഇടും. അപ്പൊ അത് കുറെ ചേഞ്ചസ് വന്നിട്ട് അത് വേറൊരു രീതിയിലേക്ക് ഔട്ട്പുട്ട് വരും. അപ്പൊ ഒരാളുടെ തന്നെ അത് ചെയ്ത് മൊത്തം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഒരു രീതിയിലായിരിക്കും അത് പോകുന്നത്. ഇത് പല ആൾക്കാർ അവരുടെ ഔട്ട് ഇടുമ്പം ആ ഒരു പ്രൊഡക്റ്റിനും ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും. കാര്യം അത് നമ്മുടെ ഈ ഒരു വർക്കില് മറ്റേ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാര്യം നമ്മള് പല ആൾക്കാര് അവര് ഓരോരോ വർക്ക് ചെയ്തതും നല്ല രസമുണ്ടായിരുന്നു. കാര്യം പല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇൻപുട്ട് ഇടാണല്ലോ. പക്ഷെ ഇതിന്റെ പുറകെ ഓടിയത് ഇവനാണെന്ന് മാത്രം. നമ്മുടെ വർക്കിൽ നമ്മൾ തന്നെ ഓടണ്ടല്ലോ. അങ്ങനെ പക്ഷെ അത് അത്യാവശ്യം ഇപ്പം കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് ദിവസം ഒരു 4-5 മാസം ടെൻഷനായിരുന്നു കുറച്ച്. ഇതെങ്ങനെ വരും, ഇത് റിലീസാകുന്ന അന്ന് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇത് എങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഒരുപാട് പ്രാവശ്യം കണ്ട് ഇവനും ഒരുപാട് പ്രാവശ്യം കണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഉറപ്പ്. പക്ഷെ ഇത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഇടയ്ക്ക് ചോദിച്ചാടാ ഇത് വർക്കാവാടോ, കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഷോർട്ട് ഫിലിം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫീൽ ഗുഡ് ആണ്. ഇതിൽ ഭയങ്കരമായിട്ട് ഒരു മെയിൻ പില്ലർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മ്യൂസിക്കൽ വർക്കാണ്. ഇത് അവിടെ നമ്മൾ എന്ത് മേക്ക് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാലും ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി പിന്നെ പറയാം ഇത് മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വർക്കാണ്. അപ്പൊ മാക്സിമം ഇടണം. ഇപ്പം ഈ ക്ലൈമാക്സ് പോർഷനൊക്കെ എത്തുന്ന സമയത്ത് ഇത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. അതിന്റെ ക്രെഡിറ്റ് സത്യവാദിയാണ്. ആ ഒരു മ്യൂസിക് പ്ലേസ് ചെയ്തതും ആ ഒരു സീൻ അനുസരിച്ച് അത് സിങ്കായി പോയതൊക്കെ ഇവന്റെ ഇതാണ്. അത് നമ്മൾ പ്ലെയിൻ ആയിട്ട് ആ സീൻ കാണുമ്പോൾ നമുക്ക് ഒരു ഫീൽ അടിക്കത്തില്ല. മ്യൂസിക് ആണ് സത്യം പറഞ്ഞാൽ ആ സീനിനെ കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി അതിന് താങ്ക്സ്. ആക്ച്വലി അങ്ങനെ അതുപോലെ ഇവന്റെ വർക്ക് ചെയ്യാൻ ഭയങ്കര നമ്മൾ തുടക്കം മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്, കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് നമ്മളിപ്പം ഇവൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞിട്ട് ഒരു ദിവസം വരും, പറയും, പോവും. ഇവൻ ഒരു 1 വീക്ക് കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ ഒക്കെ നീ ഇറങ്ങുന്ന പറയും. ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവർ ഒരു ഔട്ട് ചെയ്ത് വെച്ചിരിക്കും. പക്ഷെ അത് എനിക്കും അത് കണക്ട് ആവാറുണ്ട്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അതിനേക്കാൾ ഒരുപടി മേളിൽ അവൻ തന്നിട്ടുള്ളൂ. ഞാൻ ഇവൻ്റെ അടുത്ത് പറയാറുള്ളത് ഇവൻ എന്തെങ്കിലും ചോദിക്കും, ഞാൻ പറയാം ഷാൻ റഹ്മാനും സുഷിൻ ശ്യാമും പിടിച്ചോന്ന് പറയുമ്പോൾ അവൻ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പിടിച്ചത് അതാ വർക്ക് ചെയ്യും. ഇപ്പൊ ഇന്ന് ഈ ഷോർട്ട് ഫിലിം 10K+ വ്യൂസിലേക്ക് കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ കുറെ ആൾക്കാർ എന്റെ മ്യൂസിക് സൈഡ് ഭയങ്കരമായിട്ട് പറയുന്നത്. എല്ലാവരും പറയുന്ന മ്യൂസിക് നല്ല രസമുണ്ട്, കൊടുത്തേക്കുന്ന സ്കോറും എല്ലാം ഭയങ്കര രസമാണ്, അത് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ടെന്ന് പറയുന്നത് അതിന്റെ ഒരു ക്രെഡിറ്റ് ആണ് ആക്ച്വലി.
അതിന് എബിനോട് താങ്ക്സ് പറഞ്ഞാൽ അടങ്ങില്ല, എന്നാലും അവൻ അടുത്ത വർക്ക് ചെയ്യത്തുള്ളൂ. കുറച്ച് പൊക്കി പറയുന്നത് പേടായിരുന്നു. അല്ല, സംഭവം മ്യൂസിക് ഓണസ്റ്റ്ലി എനിക്ക് അത്രയ്ക്കും ഒരു എഫേർട്ട് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടില്ല. ഞാൻ ഫുൾ ട്രാവലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. പക്ഷെ കിട്ടുന്ന സമയം എനിക്ക് തോന്നുന്നു ഇവൻ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇവൻ ഒരു ദിവസം കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പോലും ഇതിനു വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു ചേട്ടാ എന്താ ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ചെയ്തോണ്ടിരിക്കാന്ന് പറയും. റെസ്റ്റോറന്റ് എടുക്കാണ്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ദിവസം നൈറ്റ് ഞാൻ ഒറ്റ സിറ്റില് എന്ന് വെച്ചാൽ ഒരു ദിവസം ഇരുന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് ആ ഒരു ഫീല് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ ഇരുന്ന് വർക്ക് ചെയ്ത് പിന്നെയും വർക്ക് ചെയ്ത്. എന്നാലും എനിക്ക് ഇപ്പോഴും ആ ലാസ്റ്റ് പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും അത് ത്രൂ ഔട്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാമായിരുന്നു. എനിക്ക് ഇവൻ ചെയ്ത് വെച്ച വർക്കിൽ ഇവൻ എന്റെ അടുത്ത് അവസാനം ഔട്ട് എടുക്കുന്ന സമയത്ത് ചോദിച്ചാണ് ഇത് ഓക്കെ ആണോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ഓക്കെയാണ്, ഇത് എനിക്ക് വർക്കായി, അത് മതി. അപ്പം അങ്ങനെയാണ് ഇവൻ റെൻഡർ ചെയ്ത് എടുക്കുന്ന സമയം വരെ എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത് മതിയോ, ഇത് എനിക്ക് കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്തായിരുന്നു. പക്ഷെ എനിക്കിത് കാണുന്ന ഓഡിയൻസിന് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അതില് ഭയങ്കര സന്തോഷം. പിന്നെ ഇനി അടുത്ത ഫ്യൂച്ചർ എന്തെന്നുള്ളത് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. കുറെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ നടക്കുന്നുള്ളൂ. കഴിഞ്ഞ ഷോർട്ട് ഫിലിം ഇത് വർഷാവസാനാണ്. നമുക്ക് അടുത്ത വർഷത്തെ റെസൊല്യൂഷനും കൂടി പറഞ്ഞ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ നമ്മുടെ ആഗ്രഹമാണ്. അതെ, ഇപ്പൊ നമ്മൾ ഐഫോണിൽ ഷോർട്ട് ഫിലിം എടുത്തു കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു അന്നത്തെ ആഗ്രഹം ക്യാമറ ഷോർട്ട് ഫിലിം എടുക്കണം, അത് എടുത്തു. ഇനിയിപ്പോ നല്ലൊരു ഇതിനെ ഇപ്പം ഇന്ന് ഇപ്പൊ സത്യം പറഞ്ഞ എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുത്തപ്പോ ഒരുപാട് ആൾക്കാർ കുറെ നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അവർക്ക് അറിയാം ഇത് ഐഫോണിൽ എടുത്തതാണ്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി ഈ ഷോർട്ട് ഫിലിം തുടങ്ങുന്ന സമയത്ത് തന്നെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും പക്ഷെ അതിനേക്കാൾ കുറെ റെസ്പോൺസ് ഇതിന് കിട്ടി. അത്യാവശ്യം എന്റെ ഫാമിലിക്ക് എന്റെ ഫാമിലിക്ക് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഷോർട്ട് ഫിലിം വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിൽ കുറച്ച് ബാഡ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് തുടക്കത്തിലൊക്കെ. അപ്പൊ അതൊക്കെ അവർക്ക് നമ്മുടെ നമ്മുടെ യൂത്തന്മാരുടെ ഡയലോഗ് ഉപയോഗിച്ചിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് ആ ഫാമിലി ഓഡിയൻസിനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള തോന്നി. ഇതില് ഇപ്പൊ ഇത് കണ്ടപ്പോ എല്ലാവരും കുറച്ചുകൂടെ ഹാപ്പി ആയി തോന്നും. അപ്പൊ അടുത്തതും ഒരു നല്ലൊരു വർക്ക് എടുക്കണം, അത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത്യാവശ്യം നല്ല എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ചെയ്യണം, അത്ര ആഗ്രഹം. ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ കാണുന്നൊക്കെ, ബിഗ് സ്ക്രീനിൽ നമ്മളെ രണ്ടുപേരെ ഒരേ പേര് കാണണം എന്നൊക്കെയാണ് ആഗ്രഹം. ഒരു മ്യൂസിക്, ഞാൻ ഡയറക്ഷൻ. അപ്പൊ അത് നമ്മള് ഇതിന് ഞാൻ ചെയ്യും, ചെയ്തിരിക്കും. അല്ലാതെ ഞാൻ അല്ലെങ്കിൽ ഇവനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി വിരട്ടി ചെയ്യിക്കുക. സംഭവം ഞാൻ ഒരു തീരുമാനം എടുത്തെന്ന് വെച്ചാൽ ഞാൻ സിനിമ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് എല്ലാ സിനിമയും ചെയ്യുന്നില്ല. അത് മാത്രമല്ല സിനിമയെന്ന് എന്റെ പേഴ്സണലായിട്ട് കുറച്ച് മ്യൂസിക്കിലോട്ട് ഫോക്കസ് ചെയ്യാനാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇവന്റെ സിനിമ ഞാൻ ചെയ്യും, വാക്കാണ് എന്റെ അത് ഞാൻ എന്തായാലും ചെയ്യും. കാര്യം നമ്മൾ കോളേജിൽ നമുക്ക് ചെയ്യണമെന്ന് ഒരു ഷോർട്ട് ഫിലിം എടുക്കണമെന്ന് ആഗ്രഹിച്ചു. അത് പക്ഷെ ഇവൻ നടന്നു പറഞ്ഞ് ഇവനെ ഒരു ദിവസം കണ്ടിട്ട് പറഞ്ഞ് നീ അഭിനയിക്കണം, ഞാൻ ഡയറക്റ്റ് ചെയ്യും പറഞ്ഞു. പക്ഷെ നേരെ തിരിഞ്ഞ് ആദ്യത്തെ ഷോർട്ട് ഫിലിം ഞാൻ ഇവനെ നയിക്കണമെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യേണ്ട അവസ്ഥയായി. അപ്പൊ അങ്ങനെ ചെയ്ത് ഇപ്രാവശ്യം ഞാൻ മ്യൂസിക് ചെയ്ത്. നമുക്ക് ഓരോന്നും എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും സിനിമ കയറിയാൽ കൊള്ളാന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വല്ല ഡയറക്ടറോ വല്ല പ്രൊഡ്യൂസറോ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്, നമ്മള് സത്യസന്ധമായിട്ടും വിശ്വസ്തയോടുകൂടിയും വർക്ക് ചെയ്യുന്നതാണ്. വിശ്വസ്ത സ്ഥാപനം എന്നൊക്കെ പറയുന്ന വിശ്വസ്ത സ്ഥാപനം പുള്ളിപ്പില്ലല്ലേ? അങ്ങനെ അതെ, നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിലേക്ക് എത്തുന്ന ദൂരം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ അതിലേക്കുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മള് ഇപ്പം കണ്ടിട്ടുള്ളവർ ഇത് വന്ന് കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്നവർക്കാണെങ്കിലും ഇപ്പൊ എനിക്കൊരു അറിയാനൊരു ആഗ്രഹം എന്ന് വെച്ചാൽ, നീ ഇപ്പൊ ഒരു ഷോട്ട് എടുക്കുന്നുണ്ടല്ലോ, ഈ ഷോട്ട് സീൻ ഷോർട്ട് ഡിവിഷൻ ഒക്കെ ചെയ്തു. പക്ഷെ നമുക്കൊരു ഇപ്പൊ ക്യാമറമാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആണെങ്കിലും നീ അതിനു മുമ്പ് ഒരു പ്രിപ്പറേഷൻ കാണും, നമ്മുടെ സിനിമ എങ്ങനെ എടുക്കണം, എങ്ങനെയാ പോകേണ്ടത്. അപ്പം ഈ നമുക്ക് എന്താ പറയാ, ഒരു റെഫറൻസിന് ഏതൊക്കെ സിനിമ കണ്ടല്ലേ, എന്തൊക്കെയാണ് എടുത്തത് റെഫറൻസ്? അല്ല, ഞാൻ ഇത് കംപ്ലീറ്റ്ലി ഒരു സലൂണിൽ നടക്കുന്ന കഥയായിട്ട് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് മലയാളത്തില്, നൈറ്റ് സലൂൺ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. പക്ഷെ അതിന്റെ ജേണറൊക്കെ കുറച്ച് വേറെയാണ്. അപ്പം ഇതൊരു ഫീൽ ഗുഡ് ആണ്. പക്ഷെ ഞാൻ അത് അവന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ടോളാൻ പറഞ്ഞു അതില്. പിന്നെ അതേപോലെ ഇപ്പം ഇത് ഞാൻ ഈ ക്യാമറമാനായിട്ട്, ഇവന്റെ പേര് അർജുൻ എന്നാണ്. അപ്പം ഞാൻ ഇവനായിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഇല്ല. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഇന്നൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈഷ്ണവിന്റെ ഫ്രണ്ട് അല്ലേ?
വൈഷ്ണവ് നമ്മുടെ രാജേഷ് ചേട്ടൻ എന്ന ചേട്ടനുണ്ട്, ഇതിൽ നമ്മുടെ മറ്റേ ആദ്യത്തെ ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്, നിന്നെ കത്തി കൊണ്ട് കുത്താൻ. അപ്പൊ അങ്ങനെ നമുക്ക് പരിചയമുണ്ട് ഓൾറെഡി. അപ്പം പക്ഷെ അവനൊരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ പിന്നെ പറഞ്ഞിട്ട് ഇന്ന തന്നെ വേണമെന്നുള്ളത്. പിന്നെ ഞാൻ ഷോർട്ട് ഡിവിഷൻ ചെയ്തിട്ട് ഞാൻ ഷൂട്ടിംഗ് സമയത്ത് പോകുമ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരു ഓർഡർ ഫോളോ ചെയ്തിട്ട് പിന്നെ ഞാൻ ചില ഷോട്ടൊക്കെ മാറ്റും. ഇത് നമ്മളിങ്ങനെ തലേന്ന് ഇരുന്നിട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പം ഈ ഷോട്ട് ചിലപ്പം കുറച്ച് ക്ലോസിൽ പോയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ മിഡ് എടുത്തായിരിക്കും. അപ്പൊ അങ്ങനെ അനുസരിച്ച് മാറും. ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ഒരു ഈ രീതി അനുസരിച്ച് ഞാൻ സ്പോട്ടിൽ കുറെ മാറ്റും. ഷോർട്ട് ഡിവിഷൻ ചെയ്താൽ പോലും മാറ്റും. അത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊരു നല്ലൊരു ഹാബിറ്റാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ വർക്ക് ചെയ്ത് വന്ന ആൾക്കാർ അങ്ങനെ ആയിരുന്നു. ഇനിയിപ്പോ അങ്ങനെ വന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് പൊതുവെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ആദ്യം കുറച്ച് ദിവസം അവന് ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് അവനൊരു ഇത് കിട്ടി, അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറയുന്നു അതുപോലെ ജസ്റ്റ് വയ്ക്കും. പിന്നെ അവന് ചില സമയത്ത് അവന്റെ ഫീഡ്ബാക്ക് പറയാം, ഇത് കുറച്ചുകൂടെ ഇങ്ങനെ പോകുന്നില്ല, ഓക്കെ അങ്ങനെ ആയിരിക്കും. നല്ല നല്ല ഫീഡ്ബാക്സ് നമ്മൾ എടുക്കുമല്ലോ, അത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ വർക്കിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് മാറ്റും. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തത്. ഐഫോണിൽ ഷൂട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്ത് ഷൂട്ട് ചെയ്തത് നമ്മൾ ആദ്യത്തെ ഷോർട്ട് ഫിലിം. ഇത് അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ ഒരു പ്രഷർ ഉണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇപ്പം സലൂണിൽ നമുക്ക് 2 ദിവസത്തെ ഇതേ കിട്ടിയോളും. അപ്പൊ 2 ചൊവ്വാഴ്ചകളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ചൊവ്വാഴ്ചകളിൽ സലൂൺ ഇല്ല. അപ്പം ഇവിടെ താടി സലൂൺ എന്ന് പറഞ്ഞ സലൂണിൽ ആ ചേട്ടൻ ഒരു ദിവസം ഫുള്ള് വിട്ടായിരുന്നു. അത് എവിടെയാണ് സലൂൺ? മുക്കിൽക്കട. അപ്പം കഴിഞ്ഞിട്ട് അപ്പം ആ ചേട്ടനാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ദിവസം മൊത്തത്തിൽ വിട്ടായിരുന്നു. ഇപ്പൊ ഇതിൽ നൈറ്റ് ഷോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളത് പകലില് ഈ ഷട്ടറൊക്കെ അടച്ചിട്ട് അങ്ങനെയൊക്കെ എടുത്തേക്കുന്നത്. അപ്പം ആ ചേട്ടന്റെ സപ്പോർട്ട് അങ്ങനെ ആരും ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഒരു കട മൊത്തത്തിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ് ഷട്ടർ തുറന്നിട്ടിട്ട് ആരിങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. 2 ദിവസം കംപ്ലീറ്റ്ലി 2 ചൊവ്വാഴ്ചകളിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ കടയിലാണ് ഞാൻ സ്ഥിരം മുടി വെട്ടാറുള്ളത്. അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമറും കൂടെ ഉണ്ട്. ആ ചേട്ടനെ അറിയാം, നമ്മൾ നാട്ടുകാരാണ്. അപ്പം ഞങ്ങൾ ചേട്ടനെ പറഞ്ഞു, അപ്പൊ കുഴപ്പമില്ല നിങ്ങൾ ഷൂട്ട് ചെയ്തോന്ന് പറഞ്ഞു. പിന്നെ അത് കറക്റ്റായിട്ട് കിട്ടി. പിന്നെ എന്തായിരുന്നു ചോദ്യം ഞാൻ മറന്നു ഈ സംസാരത്തിന്റെ ഇടയിൽ. ഞാനും മറന്നു എന്താണ് ചോദിച്ചത്. ഇവിടെ എന്തായിരുന്നല്ലോ ചോദിച്ചാ. ഇവിടെ വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ട്, ഒരു കേമിയോ ആദർശ് ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ എന്താ പറയണ്ട, പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ എക്യുപ്മെന്റ്സ് നമ്മൾ റെന്റ് എടുക്കുമല്ലോ. ഈ റെന്റ് എടുത്തിട്ട് ഇത്രയും ടൈമിനുള്ളിൽ തിരിച്ചു കൊടുക്കണം. ഇവിടെ റീടേക്സും ഇതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം പോകും. അപ്പൊ നമുക്ക് ഇത്രയും ടൈമിനുള്ളിൽ തീർക്കണം. എന്നിട്ട് എക്യുപ്മെന്റ്സ് തിരിച്ചയപ്പിക്കണം. ആയിരിക്കും എക്സ്ട്രാ പൈസ കൂടും. അപ്പൊ നമ്മള് ഗിംബലും ലെങ്സും ഒക്കെ റെന്റിന് എടുത്തോണ്ടാണ് വരുന്നത്. അപ്പൊ തലേന്ന് പോയി എടുക്കും, കാരണം മോർണിംഗ് ഷൂട്ട് അല്ല. അപ്പൊ തലേന്ന് എടുക്കുമ്പോൾ അത്രയും ടൈം കുറയും. നമ്മൾ നേരത്തെ വൈകിട്ട് ആ ടൈമൊക്കെ ആകുമ്പോൾ കൊടുക്കണം. ഇവിടെ ഒരുപാട് ഷൂട്ട് റീടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ടെൻഷൻ ആവല്ലോ. പക്ഷെ ഇത് ഐഫോൺ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ അല്ലായിരുന്നല്ലോ. നമുക്ക് ഫോണുണ്ട്, നീയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നത് ചാർജിന്റെ വിഷയം മാത്രമേ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇവിടെ കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്ത ഒരു മാനസികാവസ്ഥയിലല്ല ഇത് ഷൂട്ട് ചെയ്തത്. ഇത് കുറച്ചുകൂടെ പ്രഷർ ഉണ്ടായിരുന്നു, പെട്ടെന്ന് തീർക്കണം. കാര്യം അത്യാവശ്യം നമ്മള് വെയിറ്റ് ഓരോ സമയം കളയുന്നതനുസരിച്ച് നമ്മള് റെന്റ് ഒരു പിന്നെ കട നമ്മളിപ്പോ ഒരാൾ നമ്മളെ വിശ്വസിച്ച് കട തരാണ്. അപ്പൊ നമുക്ക് ഓവർനൈറ്റ് ഇത്രയും ഷൂട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് വൈകിട്ട് ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ ഒരു ഇതുണ്ടായിരുന്നു. അത് മെൻസലും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ആൾക്കാരൊക്കെയാണ്. ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത് രാഹുൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ രാഹുലായിട്ട് ഇതിലെ മെയിൻ ക്യാരക്ടർ. അപ്പൊ പുള്ളീനെ ഞാൻ സത്യമായി പരിചയപ്പെടുന്നത് ഒരു ഇന്റർവ്യൂവിന് പോയി. അപ്പം അങ്ങനെ പരിചയം. പക്ഷെ അന്ന് ആ ഇന്റർവ്യൂവിന് നമുക്ക് 2 പേർക്ക് ജോലി കിട്ടിയില്ല. പക്ഷെ പുള്ളി ഫിലിംസ് ഒക്കെ കാണുന്ന ഇഷ്ടം. അപ്പൊ നമ്മൾ സംസാരത്തിൽ അങ്ങനെയൊക്കെ വന്നു. അപ്പൊ ആ സമയത്താണ് ഞാൻ മകളൊന്നും ചെയ്തു കഴിഞ്ഞ് അതിന്റെ പോസ്റ്റ് നടക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ മകളിൽ നിന്നൊക്കെ അത് ഉടനെ റിലീസ് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ അന്ന് വിചാരിച്ചില്ല ഞാൻ ഈ അദ്ദേഹത്തിന് ആ ചേട്ടൻ നായകനാക്കി സിനിമ ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ കറങ്ങി തിരിഞ്ഞ് ഞാൻ ഇത് എഴുതുന്ന സമയത്ത് പുള്ളിയുടെ ഫേസാണ് പെട്ടെന്ന് വന്നത്. പുള്ളി ഭയങ്കര ആദ്യമൊക്കെ ഒട്ടും അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കരമായിട്ട് അത്യാവശ്യം പുള്ളി ആദ്യത്തെ വർക്കാണ്. പക്ഷെ പുള്ളി അത്യാവശ്യം നന്നായിട്ട് ചെയ്തു. പക്ഷെ പുള്ളി ഇത് കേൾക്കുമ്പോൾ ചിരിക്കത്തേ ഉള്ളൂ, പുള്ളി വിശ്വസിക്കത്തില്ല. പുള്ളി ഇന്നും പുള്ളിനെ മറ്റേ കാണുന്ന സമയത്ത് പുള്ളിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നാണെന്ന് പറയും. പിന്നെ ഇതിൽ അഭിനയിച്ച വേറൊരാള് രേവതി ചേച്ചി. പുള്ളിക്കടുത്ത് ഇൻസ്റ്റാ റീൽസിലൊക്കെ ഒരുപാട് ലിങ്ക് തോന്നുന്നു, എല്ലാവർക്കും അറിയാൻ തോന്നും. അപ്പം ആ ചേച്ചി അത്യാവശ്യം അറിയുന്നതാണ്. പക്ഷെ ആ ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വലിയ പേയ്മെന്റ് ഒന്നും ഇതിൽ ചാർജൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ആദ്യത്തെ ദിവസം തന്നെ പുള്ളിക്കാരത്തേക്ക് നമ്മളൊരു തട്ടുകട സെറ്റപ്പാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഒരുപാടൊന്നും ചാർജ് ചെയ്തില്ല. നമ്മൾ കഥ പറയുമ്പോ രീതിയിലല്ല. പിന്നീട് ആദ്യത്തെ ഷൂട്ട് പറയുമ്പോ മോനെ പേയ്മെന്റ് തന്നിരിക്കുന്ന കുഴപ്പമില്ല, തട്ടുകട സെറ്റപ്പ് എന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ ആ രീതിയിൽ പിന്നെ പിന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഒരു നമ്മൾ വിളിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തി വിചാരിച്ചിരുന്നെങ്കിൽ നല്ല പേയ്മെന്റ് മേടിക്കുന്ന ഒരു ദിവസം ചാർട്ട് ചെയ്ത് ഇപ്പൊ ഏത് ദിവസം ഷൂട്ട് പ്ലാൻ ചെയ്ത ദിവസം എന്തൊരു ഷൂട്ട് വന്നു. അത് അത്യാവശ്യം നല്ല
പേയ്മെന്റ് കിട്ടുന്ന ഒരു ഷൂട്ടാണ്. പക്ഷെ നമുക്ക് ആ ഷൂട്ട് അന്ന് തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ചേച്ചി അത് ആയിട്ട് എന്തോ മാറ്റി വെച്ച് അങ്ങനെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ ഒരു കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട്. പേരെങ്ങനെ? അവന്റെ പേര് ആദർശ് എന്നാണ്. എന്നെ വൈഷ്ണവ് നിനക്കറിയാം, അവർ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. വൈഷ്ണവ് ഇപ്പൊ അത്യാവശ്യം ഓരോരോ ഇതിൽ കേറുന്നുണ്ട്. അവൻ ഒരുപാട് റീൽസിലും നല്ലൊരു അത് മഗ്ലത്തിൽ അവനൊരു റോള് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നടന്നില്ല ആക്ച്വലി. അപ്പൊ മരിച്ച അവൻ അതിൽ മരിച്ചെടുക്കരുത്. അപ്പൊ അന്നോടെല്ലാം മനസ്സിലുണ്ട് അവൻ അത്യാവശ്യം നന്നായിട്ട് നല്ല കേർവറുള്ള ഒരാളാണ്. അപ്പം അന്നോട്ട് അപ്പൊ ഇതില് കറക്റ്റ് ആ ക്യാരക്ടർ കിട്ടി. അപ്പൊ ഞാൻ ആദ്യമേ അവനെ ഞാൻ ബുക്ക് ചെയ്ത് ഇതിൽ സാധനം ഉണ്ട്. അപ്പൊ അവന് ഹാപ്പി ആയിട്ടൊന്നും ചെയ്തിട്ട് പോയി. എല്ലാവരും ഇത് ഫ്രണ്ട്സിന്റെ ഒരു കൂട്ടായ്മയില്ലേ, അതാണ് ഈ ഷോർട്ട് ഫിലിം. അല്ലാണ്ട് ഇത് ഭയങ്കര പ്രൊഫഷണൽ രീതിയിൽ എടുത്താന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് ഫ്രണ്ട്സ് എല്ലാവരും അത്യാവശ്യം നല്ല നമ്മളെല്ലാരും കൂടെ എഫേർട്ട് ഇട്ട് നമ്മുടെ സ്വന്തം വർക്കാണെന്ന് വിചാരിച്ച് ചെയ്തൊരു വർക്കാണ് ഹെയർ ലോ. അപ്പൊ നമ്മള് ഫ്രണ്ട്സിന്റെ ഒരു കൂട്ടായ്മയാണെന്ന് പറഞ്ഞു. അപ്പം ഇത് അപ്പൊ എന്താ പറയാ, ഇപ്പം ഈ ഫ്രണ്ട്സ് ഇല്ലാത്തവരപ്പം ഇതായി സത്യം പറഞ്ഞാ എന്റെ ഒരു കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാനിപ്പം 2-3 ആൾക്കാരെ പരിചയപ്പെട്ടു ഇടയ്ക്ക്. അപ്പൊ അവർക്കൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ സെയിം മൈൻഡുള്ള ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാൻ അവർക്ക് അങ്ങനത്തെ ആൾക്കാരെ അവർ പരിചയപ്പെട്ടിട്ടുമില്ല. അത് പക്ഷെ സത്യം പറഞ്ഞ് ഞാൻ ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് ആ ഒരു അങ്ങനത്തെ കുറെ ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സർക്കിൾ ഫോം ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇപ്പം ഒരു ഫ്രഷേഴ്സിനായപ്പോലും അവർക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു ആൾക്കാരുടെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അവർക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റും. ആ സർക്കിൾ ഫോം ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യം. അങ്ങനത്തെ ഒരു ആൾക്കാരെ കണക്ട് ചെയ്ത് അവരുടെ ഒരു കറക്റ്റ് ഇത് കിട്ടാന്ന് പറയുന്നതും കുറച്ച് ലെക്കാണ്. അപ്പൊ മിക്ക ആൾക്കാർക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്യാനുള്ള കഥ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ആ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഫ്രണ്ട്സിനെയോ അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുന്ന ഒരു സംഭവമാണ് കുറെ ടാസ്ക്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അവൻ എന്തോ ഒരു സാധനം ഷൂട്ട് ചെയ്ത സമയത്ത് കുറച്ച് ഫ്രണ്ട്സിന് അവർക്കൊന്നും ഒട്ടും താല്പര്യമില്ല. ഒരു ദിവസം ഷൂട്ട് ചെയ്തു, പിറ്റേ ദിവസമായപ്പം ആരും വന്നില്ല. അപ്പൊ അത് മുടങ്ങിപ്പോയി. അപ്പൊ അങ്ങനെ സമയം വരുമ്പോൾ ഒരേ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ, അതേ പാഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ എളുപ്പമാണ്. ആ ഒരു നമുക്ക് കുറെ പഠിക്കാൻ പറ്റും. ഭയങ്കര ഇതായിരിക്കും. അവരുടെ സപ്പോർട്ട് ഭയങ്കര ഇതായിരിക്കും. ഈ ജെന്യൂൻലി പാഷനുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ പ്രഷർ ചെയ്ത് ആൾക്കാരെ കൊണ്ട് സപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാന്നുള്ളതാണ് ടാസ്ക്. അത് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളാണ്. പിന്നെ നമ്മുടെ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ സാധനം വർക്കാം. എനിക്കെന്തോ ആ ഒരു ഇത് കിട്ടിയതുകൊണ്ട് മാത്രം ആദ്യത്തെ ഷോർട്ട് ഫിലിം നടന്നു. ഇത് നടന്നത് അങ്ങനെയാണ്. നല്ലൊരു ടീമായി ടീം സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മള് ഫ്രഷേഴ്സ് ആണ്. അപ്പൊ നമ്മള് ഇപ്പം വന്ന ആൾക്കാർ പോലും ടീം സെറ്റ് ചെയ്ത് ഫിലിം ഇൻഡസ്ട്രി വന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പം വിനീത് ശ്രീനിവാസൻ ഗ്യാങ്, ഗിരീഷ് ഐഡി, ഗിരീഷ് ഐഡി നമ്മളെ തണ്ണീർമത്തൻ, പ്രേമല്ലും ഒക്കെ അവരൊക്കെ ഷോർട്ട് ഫിലിംസ് ചെയ്ത് ആ ടീമിൽ നിന്ന് വന്ന് അങ്ങനെയാണ് അവർ ഫിലിം ചെയ്തത്. ആ ടീം ഫോം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്, സീനാണ്. അപ്പം പറഞ്ഞു വരുന്നത് നമുക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരും ആ ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സെറ്റ് ആയിട്ട്. കാര്യം ഇനിയിപ്പോ അവരൊരു വർക്ക് വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് സപ്പോർട്ട്, നമുക്കൊരു സർക്കിൾ കിട്ടും. അവര് കുറെ കോണ്ടാക്ട്സ് കിട്ടും. അപ്പം നമ്മുടെ സർക്കിൾ കുറച്ചുകൂടെ വലുതായി പോകും. അത് ഒരുത്തർ രക്ഷപ്പെട്ടാൽ അവനെ പിടിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന പറഞ്ഞൊരു കോൺഫിഡൻസ് നമുക്ക് വരും. അപ്പൊ ഞാൻ ഇതിൽ അഭിനയിച്ച ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ എങ്ങനെ ഒരു ആക്ടറെ കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരാൾ ട്രസ്റ്റ് ചെയ്യണമെന്നല്ല, പക്ഷെ നമ്മൾ ഒരാള് സർക്കിൾ ഇപ്പൊ നമ്മളെല്ലാരും ഒരു നെക്സ്റ്റ് പോകുന്നത് ഒരാൾ ഡോർ ഓപ്പൺ ആയി തന്നിട്ടാണല്ലോ. ഒരാൾക്കാർ ഡോർ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ എഫേർട്ട് കിട്ടുമ്പോൾ നമുക്ക് ഓരോ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഗോളിൽ റീച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ ട്രസ്റ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യണം. അല്ലാത്ത ആൾക്കാരെ മീറ്റ് ചെയ്ത് നമ്മൾ ഡോർ മുട്ടിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടും അത് ശരിയാണ്. കാര്യം ഞാനിപ്പം ഈ മ്യൂസിക് ചെയ്യണം, ഞാൻ ഇനിഷ്യലി പാട്ട് എഴുതാനായിട്ട് ഒരു ബ്ലോക്ക്, ഒരു മടിയും ചമ്മലും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്താ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, ലിറിക്സ് എഴുതാൻ ഹെൽപ്പ് ചെയ്യാവോ. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരൊന്നും മ്യൂസിക് എന്നുള്ളതിലോട്ട് അത്ര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ല. ചിലപ്പോൾ മേ ബി അവർക്ക് എഴുതാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർക്ക് ആ റൈറ്റ് സ്ട്രക്ചറോ അത് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടാനില്ല. അതിലെല്ലാവരും ഭയങ്കര എന്താ പറയാ, ഒരു സെന്റൻസിൽ അത്ര അർത്ഥത്തോടു കൂടി എഴുതാൻ ശ്രമിക്കുന്ന ആൾക്കാർ. നമുക്ക് മ്യൂസിക് അത്ര വേണ്ട. നമ്മള് ഫുൾ സാധനം വായിച്ചു കഴിയുമ്പോൾ, പാട്ട് പാടി കഴിയുമ്പോൾ ഒരു അർത്ഥം കിട്ടും, ഒരു ഇമേജ് കിട്ടും. അത് ഒരാൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ലെവല് വേറെ. അപ്പം അങ്ങനെ ഞാനും അന്വേഷിച്ചപ്പോ എന്റെ കൂടെ ഉള്ളവര് പൊതുവെ അങ്ങനെയല്ല ആൾക്കാരല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ആൾക്കാരുണ്ട്, ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ടീമുണ്ട്.
അപ്പൊ അത് പറഞ്ഞ എന്തുകൊണ്ട് ശരിയാണ്. ടീം ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസും കൂടെയാണ്. നമുക്ക് ഒരു ചെറിയ ലെവൽ ഒരു ടീം ബിൽഡിംഗ് ആണ് പരിപാടി. ടീം ബിൽഡ് ചെയ്ത് എടുക്കുന്നതാണ് വലിയൊരു ടാസ്ക് സത്യം പറഞ്ഞു. നല്ല നല്ല കഥകളുള്ള ഒരുപാട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത. ഇത് എനിക്ക് ഇനിഷ്യലി കോളേജിൽ പഠിക്കുന്ന സമയത്തും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കുറെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച അവർക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ നമ്മള് ഫ്രണ്ട്സ് അത്രയും അറിയുന്നതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവൽ എത്തത്തുമില്ല. അവരൊരു പോയിന്റ് എത്തുമ്പോ അതിൽ ഇൻട്രസ്റ്റ് പോവാറ്. അതാണ്. അപ്പം ഒരേ വേവലെങ്ത് നല്ല ഒരേ പാഷനുള്ള ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആ വർക്ക് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും തീർത്താൽ മതി. പക്ഷെ അതിനൊരു വർക്കിന്റെ ഒരു രീതിയും ഫ്ലോ ചിലപ്പോൾ അത് ബാധിക്കും മിക്കവാറും. അത് ഞാൻ പൊതുവെ ആൾക്കാരിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു സാധനം ഉണ്ട്. ഈ സൗണ്ട് എല്ലാം പല സൗണ്ട് നിങ്ങൾ കേൾക്കും. അത് ഈ പോഡ്കാസ്റ്റിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് വേറെ ഒരു പോഡ്കാസ്റ്റിൽ സൗണ്ട് കേൾക്കൂല. 10 വീട്ടില് ആരോ പാത്രമായിട്ട് വരയ്ക്കുന്ന സൗണ്ടാണ്. അതൊരു സംഗീതമായിട്ട് എടുത്താൽ സ്പെഷ്യൽ. ആരോ പറഞ്ഞിട്ടില്ല, കല്ല് തട്ടി ഇങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാകും. പെരുന്തച്ച തച്ചൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചൊന്ന് വെറൈറ്റി പിടിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ കാക്ക വിളിക്കുന്നു, പാത്രത്തിന്റെ സൗണ്ട്, കുറച്ചു മുമ്പ് കിളികളുടെ സൗണ്ട്, അപ്പുറത്ത് കിട്ടി കുറെ കിളികളുണ്ട്. ഈ നമ്മള് ശരിക്കും കഴിഞ്ഞ പോഡ്കാസ്റ്റ് ഇതേപോലെ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എടുത്തു ഇങ്ങനെ നമ്മള് ഫുൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുമെങ്കിലും പക്ഷെ നമ്മൾ അവരൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് പോഡ്കാസ്റ്റ് ചെയ്യാറ്. നമുക്ക് പറഞ്ഞിട്ട് ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. നമ്മുടെ കൈകളിലില്ലാത്ത കാര്യങ്ങളൊക്കെ. പിന്നെ അതൊരു വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടെ അല്ലേ. അപ്പൊ നീ ഫ്യൂച്ചർ ഒന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ്. അപ്പൊ ഫ്യൂച്ചർ ഈ അടുത്ത വർഷത്തേക്ക് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഷോർട്ട് ഫിലിം തന്നെ എടുക്കണം തന്നെ ആഗ്രഹം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന സമയത്ത് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു 4-5 മാസം പോകുന്നുണ്ട്. നമ്മൾ ഇപ്രാവശ്യം എനിക്ക് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു, സ്ക്രീനിങ് ചെയ്താൽ ആഗ്രഹം. ഈ ഷോർട്ട് ഫിലിം വന്ന് സ്ക്രീനിൽ കണ്ടാൽ ആഗ്രഹം ഉണ്ടാകും. അടുത്ത പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റും. അതെ പക്ഷെ ഇത് സ്ക്രീൻ ചെയ്യായിരുന്നു. പക്ഷെ ഒന്നത്തെ കാര്യം ബഡ്ജറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ ആലോചിച്ചപ്പം ഈ സ്ക്രീനിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യുമല്ലോ. ഇത്ര ആൾക്കാർ അവരുടെ ടൈം മാറ്റി വെച്ചിട്ടാണ് ഇത് കാണാൻ വേണ്ടി വരുന്നത്. അപ്പം അവരെ മീറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആണോ? കാരണം ഒരു പ്രോപ്പർ തിയേറ്ററിൽ കാണാൻ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം അത്രയ്ക്കും ഹെവി സാധനമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആക്ച്വലി അത്രയ്ക്കും സെറ്റ് നല്ല തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചായിട്ട് കാണും. ഇത് തിയേറ്ററിലെ ആൾക്കാർ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ടൈം അത് യൂസ്ഫുൾ, അവർക്ക് ഒരു ഇത് തോന്നുന്നു. ഓക്കെ, ഇത് അല്ലെങ്കിൽ പിന്നെ അവർ വിചാരിക്കും ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇത്രയും ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ച് തിയേറ്ററിൽ വന്നിരുന്നത് കണ്ടിട്ട് ആ ഒരു തിയേറ്ററിക്കൽ മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു. ഇതൊരു ഐഫോണിലൊക്കെ ഹെഡ്ഫോൺ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ വർക്കാവുന്ന സാധനം അങ്ങനെ തോന്നിയിട്ടാണ്. പിന്നെ അതിന് വേണ്ട അങ്ങനത്തെ സാധനമല്ല. സോ അങ്ങനെ നമുക്ക് ഇത് തന്നെ യൂട്യൂബിൽ തന്നെ ഇറക്കാൻ. പിന്നെ ഫണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ തിയേറ്ററിൽ കാണുന്ന ചില ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ട്, കോലം എന്നൊക്കെ പറഞ്ഞ ചില ഷോർട്ട് ഫിലിം, അതൊക്കെ പക്ക തിയേറ്ററിൽ കണ്ടാൽ ആ ഫീൽ അടിക്കും. പക്ഷെ ഇത് അത്രയ്ക്കൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം പിന്നെ ഇത്രയും ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെന്നെ ചോദിക്കുക എന്തിനാ മോനെ ഇതുപോലെ യൂട്യൂബിൽ റിലീസ് അങ്ങനെ ചോദിക്കുക എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് കണ്ട് വന്നപ്പോൾ നമുക്കിനൊരു ജഡ്ജ് ചെയ്യാൻ പറ്റണില്ല. കാരണം ഇത് നമ്മൾ ഒരുപാട് പ്രശ്നം കണ്ടു, ഇവൻ തന്നെ ഒരുപാട് പ്രശ്നം കണ്ടു. ലാസ്റ്റ് ഇത് ഔട്ട് ഇറക്കണവരെ നമുക്ക് റിലീസ് ആവണവരെ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് വർക്ക് ആവൂല എന്നുള്ളത്. ആൾക്കാർ കണ്ടു തുടങ്ങിയപ്പോഴാണ് ആഗ്രഹം. നമുക്ക് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റാത്തത് ഇപ്പൊ അടുത്ത ഷോർട്ട് ഫിലിം ആണ്, അല്ല സിനിമ ആണെങ്കിൽ അത്ര നല്ല അല്ലെ. ഷോർട്ട് ഫിലിം ആണ് ചെയ്യുന്നെങ്കിൽ നമുക്ക് സ്ക്രീനിങ് ഒന്ന് കർശനമാക്കി ചെയ്താൽ അതിനുള്ള ബഡ്ജറ്റ് നമ്മളിപ്പോ ഐഫോണിൽ ഇത് മാറ്റി ഇതിലേക്ക് ചെയ്തല്ലോ. ഇനിയിപ്പോ അടുത്ത് നമുക്കിത് കാണിക്കാം. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പൊ എന്റെ അടുത്ത് ഐബിൻ ആദ്യമേ പറഞ്ഞു, അത് ഇത് തിയേറ്ററിക്കലാണെങ്കിൽ നേരത്തെ പറയണം, എനിക്ക് അതിനനുസരിച്ച് മിക്സും പരിപാടിയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഞാൻ വിളിച്ചു പറയില്ല, അങ്ങനെ വേണ്ട, ഈ സാധാ മിക്സ് തന്നെ. അതനുസരിച്ച് ആണ് ചെയ്തത്. തിയേറ്റർ പല ഡോൾബിയും അതൊക്കെ കാണല്ലോ. അപ്പൊ അത് ചെയ്യണമെങ്കിൽ എനിക്ക് അതിനുള്ള മിക്സ് എങ്ങനെ ചെയ്യുന്ന അറിയില്ല. അത് വേണമെങ്കിൽ പുറത്ത് കൊടുക്കുക, എന്തായാലും നമുക്ക് ചെയ്യാം. സ്റ്റീരിയോ മിക്സ് അല്ല അതിന് ചെയ്യണം. അതിന് പ്രോപ്പർ മിക്സ് ചെയ്തില്ലെങ്കിൽ പിന്നെ തിയേറ്ററിൽ അത്രയ്ക്കും ഇമ്പാക്ട് കാണത്തില്ല. ഇപ്പൊ 5.1 7. അങ്ങനെയൊക്കെ ഉള്ള തിയേറ്റേഴ്സ് ഉണ്ടല്ലോ, കൂടിയ ഡോൾബി. എനിക്ക് അതിന്റെ കണക്കറിഞ്ഞോട്. പക്ഷെ എന്നാലും അവിടെ അതിന്റേതായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മിക്സ് ആയിരിക്കും. അത് പ്രോപ്പർ ആയിട്ട് ചെയ്യില്ലെങ്കിൽ അത് കൊള്ളത്തില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അത് സ്കിപ്പ് ചെയ്തത്. എന്തായാലും ബേബി പറഞ്ഞാലും പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്യുമോ നടക്കും എന്നുള്ളത് കണ്ടറിയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടാണ് ഈ ഷോർട്ട് ഫിലിം ചെയ്തത്. അടുത്ത സിനിമയാണ് നമുക്ക് അറിയത്തില്ല, അത് ലൈഫല്ലേ, നമുക്ക് എന്തും സംഭവിക്കാം. നല്ല ഇത് സർപ്രൈസസ് ഒരുപാട് കാണാം ലൈഫിൽ. അങ്ങനത്തെ സർപ്രൈസ് ആയിട്ട് നമ്മള് വെയിറ്റ് ചെയ്ത് കിട്ടുന്നതിന്റെ ഒരു സുഖം വേറെയാണ്.
അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് അതെ, കിട്ടുന്നത്. നമ്മളിപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഷോർട്ട് ഫിലിം എടുത്തല്ലോ. നമ്മള് ഒരു ക്രിയേറ്റർ എന്ന രീതിയിൽ നമ്മളിപ്പോൾ എഴുതി വെച്ച സാധനം, ഒരു വെള്ള പേപ്പറിൽ, ഒരു പ്ലെയിൻ വെള്ള പേപ്പറിൽ നമ്മൾ എഴുതി വെച്ച സാധനം, നമ്മൾ മാത്രം ആലോചിച്ച് എഴുതി വെച്ച സാധനം അത് വിഷ്വലി വന്ന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. Process. അത് ഭയങ്കര ഹൈ ആണ് ആക്ച്വലി. അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എഴുതാൻ ഒട്ടും താല്പര്യമില്ലാത്തല്ല, ഭയങ്കര മടിയാണ്. പക്ഷെ ഈ ചില നല്ല നല്ല ഐഡിയാസ് ഇട്ട് നമ്മൾ തന്നെ അത് എഴുതിയിട്ട് അത് വിഷ്വലി വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിനെസ്, അത് കാണുന്ന സമയത്ത് നമ്മൾ വിഷ്വലി കണ്ടതിനേക്കാൾ അത്യാവശ്യം നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ വിഷ്വൽ കാണുമല്ലോ, അതിങ്ങനെ മാറി 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 അത് വരുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് ഭയങ്കര രസമാണ്. അത് എല്ലാ ഫിലിം മേക്കേഴ്സിനും അങ്ങനെയാണ്, ഷോർട്ട് ഫിലിം മേക്കേഴ്സിനും അങ്ങനെയാണ് ആക്ച്വലി. നമ്മള് 2019 ആ. അല്ല ആദ്യമായിട്ട് മീറ്റ്. നമ്മള് കോളേജില് നമ്മൾ ഇവൻ BSc ഫിസിക്സ്, ഞാൻ BSc കെമിസ്ട്രി. അപ്പൊ നമ്മള് ഇംഗ്ലീഷും മലയാളവും ഒരേ ക്ലാസ്സിൽ, അതായത് ഇവന്റെ ക്ലാസ്സിലേക്ക് നമ്മൾ പോകും. അപ്പോ അങ്ങനെയാണ് ഇവനെ മീറ്റ് ചെയ്തെന്ന് പറയും ഫ്രണ്ട് ബെഞ്ചിൽ, ഞാൻ ബാക്ക് ബെഞ്ചിലാണ്, ഇവൻ സെൻട്രൽ മിഡിൽ ബെഞ്ചിൽ ഇരിക്കും. അപ്പൊ ഒരു ദിവസം ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റും പറഞ്ഞിട്ടുണ്ട്, അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. അതായത് ഒരു ദിവസം ഇവൻ എന്തോ ഒരു ഗിത്താർ കൊണ്ടുവന്നിട്ട് സൈഡ് വെച്ചേക്കാത്. അപ്പൊ ആൻഡോ സാർ, ഇപ്പൊ ഓർമ്മ, ആൻഡോ സാർ ചോദിച്ചു ഇത് ആറിന്റെ സാധനമാണെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പ്രാക്ടീസ് എന്തോ ഉണ്ടായിരുന്നു കോളേജിൽ. അപ്പം ഇവനിങ്ങനെ എന്താണെന്ന് പറഞ്ഞു. അപ്പം അന്നെന്തോ പഠിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് ടൈം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പം അന്ന് സാർ ചോദിച്ചു ഒന്ന് വന്ന് പെർഫോം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഇവനിങ്ങനെ ഗിത്താർ എടുത്തിട്ട് ഒരു സോങ് ഒക്കെ പാടി. അപ്പൊ എല്ലാവരും സൈലൻസ്. ആക്ച്വലി അന്ന് ആദ്യമായിട്ടാണ് ഇവൻ ക്ലാസ്സിൽ പാടുന്നതെന്ന് തോന്നുന്നു. അതൊരു ഇവനായിരുന്ന ഇവന്റെ വോയിസ് ഇവൻ സംസാരിക്കുന്നല്ലേ ഇവൻ പാടുന്നത്, ചേഞ്ച് ഉണ്ട്. അപ്പം ഭയങ്കര സ്വീറ്റ് വോയിസിൽ എന്ന സംഭവം പാടും. അപ്പൊ എല്ലാവരും സൈലൻസ്. പാട്ട് പാടി കഴിഞ്ഞപ്പോ എല്ലാവരും ക്ലാപ്പ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇവനെ പരിചയപ്പെടേണ്ട മുതലാണ് എന്തെങ്കിലും ആവശ്യം. പക്ഷെ അന്നും നമ്മൾ പരിചയപ്പെട്ടില്ല. കുറച്ചു ദിവസം അങ്ങനെ പോയപ്പോ പതിയെ പരിചയപ്പെട്ട് പിന്നീട് ഏകദേശം കോളേജിന്റെ ആ ഒരു കോളേജ് ലൈഫ് തീർന്നപ്പോഴാണ് നമ്മുടെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയിട്ടില്ല സത്യം. കൊറോണ വിഴുങ്ങിക്കൊണ്ടുപോയി കുറെ കാലം. പിന്നെ പക്ഷെ ആ ഒരു പരിചയമുണ്ട്. പിന്നെ കൊറോണ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവൻ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ നമുക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ വന്നത്. പക്ഷെ അത് നടന്നില്ല. പിന്നീട് ഞാൻ ഇവനായിട്ട് ഇടയ്ക്ക് കോൺടാക്ട്സ് ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ആൽബം ചെയ്യണം, അത് ഡയറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പം പക്ഷെ അത് ഷോർട്ട് ഫിലിമിലേക്കായി. ഇവന്റെ ഷോർട്ട് ഫിലിമിൽ ഇവന്റെ ഐഫോണിൽ ഷൂട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെ പോയില്ലേ നമ്മൾ പ്ലാൻ ചെയ്യാൻ. എന്റെ കഴിഞ്ഞ വർഷത്തെ റെസൊല്യൂഷന്റെ ഒരു ഭാഗമായിരുന്നു സ്വന്തമായിട്ട് പാട്ട് ഒരെണ്ണമെങ്കിലും ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ ഒരു 7 പാട്ട് ചെയ്തു. അതെല്ലാം നല്ല നല്ല പാട്ടാണ്. ആക്ച്വലി എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുഞ്ഞിപ്പെണ്ണ ഇപ്പൊ കേട്ടിട്ടുണ്ട്. പിന്നെ ആര്, ഇത് 3 എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഞാൻ ചെയ്തതിലെ ഏറ്റവും ഞാൻ റിപ്പീറ്റ് കേൾക്കുന്ന സ്പോട്ടിഫൈയിൽ കേൾക്കുന്ന പാട്ടുകളിൽ ഇത് 3. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഉള്ളു വേറെയൊക്കെ സംഭവം. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റി. നീ ഒരു ഷോർട്ട് ഫിലിം എടുത്തു, അത് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിപ്പോ റെഗുലർ അല്ല, അത് സെറ്റ് ആക്കാൻ കഴിച്ചു. എനിക്ക് ഒന്നില് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. കാരണം പല പരിപാടികൾ ചെയ്യുന്നുണ്ട്, അതിനെ പറ്റിയൊക്കെ അപ്ഡേറ്റ് തരാം, അത് ഉടനെ തരാം. അത് മാത്രല്ല ഞാൻ നോക്കിയപ്പോ നമ്മളെല്ലാവരും പേഴ്സണലി ഒരു ഗ്രോത്ത് ഉണ്ട്. ഇപ്പൊ ഇവനാണെങ്കിൽ എനിക്കാണെങ്കിലും ആ ഒരു ഗ്രോത്ത് എനിക്ക് ഭയങ്കര കാണാൻ പറ്റുന്നുണ്ട് നമ്മള് എങ്ങനെയാണ്. പിന്നെ ഈ ഷോർട്ട് ഫിലിം എന്നുള്ളത് മ്യൂസിക് പോലെ ഒന്നും ഇറക്കാൻ പറ്റൂല. അതുകൊണ്ട് അതിനെ ഇപ്പം വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മള് അടുത്ത വർഷം നമുക്ക് 2 ഷോർട്ട് ഫിലിം ചെയ്യാന്ന് പറഞ്ഞാൽ പോലും ഒരു ഷോർട്ട് ഫിലിം ടൈമുള്ള സമയം കിട്ടുള്ളൂ. ഇപ്പൊ എഴുതി വന്ന് അതിനുള്ള ക്രൂവിനെ സെറ്റ് ചെയ്യണം. പിന്നെ അത് പോസ്റ്റിന് തന്നെ ഏകദേശം ഇപ്പൊ ഇത് ഷൂട്ട് ചെയ്യുന്ന തന്നെ ഏകദേശം ഒരു 4 മാസം പോയി. ഷൂട്ടൊക്കെ നമുക്ക് 3-4 ദിവസം കൊണ്ട് തീർക്കാം. പക്ഷെ അതിന്റെ പോസ്റ്റും ഓരോ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരാൻ ഏകദേശം 1 year വേണ്ടി വന്നായിരിക്കും. അത് നമുക്ക് പക്ഷെ അങ്ങനെ അല്ലാണ്ട് ഈ ഒരു വർഷം തന്നെ 4-5 ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് പ്രോപ്പർ ക്രൂ ബഡ്ജറ്റ് എല്ലാം ഉണ്ട്. സംഭവം അവര് വർക്ക് ചെയ്യുന്നവരെല്ലാരും ഫുൾ ടൈം ഇത് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ലൈഫും നമ്മള് ഇതൊന്നും മാത്രല്ല ഫോക്കസ് ചെയ്യുന്നത്. നമ്മള് സ്കൂളെന്ന് കോളേജും ലൈഫും എല്ലാം കൂടെ ഒരു ബാലൻസ് ഉണ്ടല്ലോ, പാഷനും ലൈഫും ബാലൻസ്. അപ്പൊ അതൊക്കെ ബാലൻസ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മള് വർക്ക് ഇപ്പൊ ഞാൻ മനസ്സിലാലോചിച്ച സാധനം എന്ന് പറഞ്ഞാൽ ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു വർക്ക് ചെയ്യും. അത് ഇപ്പൊ ഇത് ചെയ്തുകൊണ്ട് തന്നെ അടുത്തത് ക്യാമറയിൽ എടുക്കും അങ്ങനെ അല്ല. ഭയങ്കര ഒരു പടി മേളിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഈ കണക്ട് ആവുന്ന കഥ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണല്ലോ. ആൾക്കാരെ കണക്ട് ചെയ്യുന്ന കഥകൾ ചെയ്യാം. ഈ കണക്ട് ചെയ്യുന്ന കഥകളൊക്കെ ഇപ്പൊ കുറെ ആൾക്കാർ ഫീൽ ഇപ്പൊ യൂട്യൂബിലായാലും പോലും എനിക്ക് തോന്നുന്നു ഒരുപാട് ലവ് സ്റ്റോറീസും ഫീൽ ഗുഡ്സ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിനെ ആൾക്കാർ കാണുന്നുള്ളൂ. നമ്മൾ എക്സ്പെരിമെന്റലായിട്ട് കുറെ ഷോർട്ട് ഫിലിം വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യൂസ് കുറവാണ്. ത്രില്ലേഴ്സും ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ യൂട്യൂബില് ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് കോമഡി ഹ്യൂമർ ആയിട്ട് ചിരി സമയം പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓണാക്കി അവരെ കരയിപ്പിക്കുന്നതോ ത്രില്ലടിക്കുന്ന ഡാർക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ആൾക്കാർ കാണുന്നില്ല.
അപ്പം അതങ്ങനെയാണ് ഞാൻ ഓഫീസിൽ കരച്ചില്ല. കരച്ചില് നമ്മുടെ ലൈഫ് എല്ലാവരുടെ ലൈഫ് ശോകം. അതിന്റെ ഇടയ്ക്ക് നമ്മളെ ശോകം തന്നെ വീണ്ടും ഇതില് ശോകമൊന്നുമില്ല, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള സാധനം ആൾക്കാർ കാണാൻ ഭയങ്കര ഇതാണ്. അപ്പൊ അവര് നോക്കുമ്പോൾ അവർക്ക് ഫീൽ ആയിട്ട് കിട്ടുന്ന ഹ്യൂമർ ഒക്കെ ഉള്ള സാധനങ്ങൾ ഫീൽ ഇതൊരു നല്ലൊരു മെസ്സേജ്, ഒരു നല്ലൊരു എൻഡിങ് ഉള്ള ഷോർട്ട് ഫിലിം. അങ്ങനത്തെ ഒരു എങ്ങനെ ആ എൻഡിങ്ങിലേക്ക് നമ്മൾ എത്തി. അപ്പൊ അങ്ങനത്തെ ഷോർട്ട് ഫിലിംസ് ചെയ്യാനാണ് ആഗ്രഹം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ആൾക്കാർ കുറച്ച് വാച്ച് ചെയ്യുന്നതും അതുകൊണ്ടായിരിക്കും, ആ ജോണറും കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ കുറച്ച് കണക്ട് ചെയ്യാനും പറ്റും. നമ്മൾ ഡാർക്ക് സാധനമൊക്കെ എക്സ്പെരിമെന്റിൽ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ നമ്മൾ വർക്ക് ചെയ്യണം, അത് നോട്ടീസ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രം നമുക്കൊരു ഗ്രോത്ത് കാണത്തുള്ളൂ. എക്സ്പെരിമെന്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷെ ആൾക്കാരെ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് അവരെ കൂടെ ഒന്ന് കണക്ട് ചെയ്യുന്ന കുറച്ച് കഥകൾ ഏത് എക്സ്പെരിമെന്റലായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത്. ഡാർക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. വെട്ട് സൈക്കോ ആ പരിപാടി തൽക്കാലം ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് ഇപ്പം ഈ വർഷം കുറെ അധികം അച്ചീവ്മെന്റ്സ് നമുക്ക് കിട്ടി. നമ്മൾ പ്രതീക്ഷിച്ചില്ല 10K എന്നുള്ളത് ചെറിയൊരു നമ്പർ ആണ് സ്റ്റിൽ. പക്ഷെ എന്നാലും നമ്മൾ അത് വളരെ ഓർഗാനിക് ആയിട്ട് കിട്ടിയ ഒരു വ്യൂ ആണ്. അത് നമ്മളെ സംബന്ധിച്ച് 10 മില്യൺ ക്രോസ് ചെയ്ത സന്തോഷം നമുക്ക്. ഞാൻ എന്നും അതാ എടുത്ത് നോക്കും, എത്ര വ്യൂസ്, ആരൊക്കെ കമന്റ് ചെയ്ത്, എത്ര കമന്റ്സ് ആയി. അപ്പൊ അങ്ങനത്തെ ഒരു വലിയൊരു സന്തോഷമാണ്, ഒരു സെലിബ്രേഷൻ പോലെയാണ്. അത് നമ്മൾ റിലീസ് ചെയ്തേക്കുന്നത് നമ്മുടെ ചാനലിൽ തന്നെയാണ്. അപ്പം അതിൽ ചാനലിന്റെ പേരും കൂടെ ഡോട്ട് സ്റ്റുഡിയോസ്. അപ്പം അതായത് നമ്മൾ ആദ്യത്തെ വർക്ക് റിലീസ് ചെയ്ത് വേറൊരു യൂട്യൂബ് ചാനലാണ്. പിന്നെ അത് അവിടെ അവർ ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ പേയ്മെന്റ് ഒക്കെ ചോദിച്ച സമയത്ത് പിന്നെ നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിലാണ് ഇട്ടത്. പിന്നെ ഈ വർക്കും മാർക്കറ്റ് ചെയ്യായിരുന്നു, നല്ല അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ട, നമുക്ക് റിസ്ക് എടുത്തിട്ട് നമ്മുടെ ചാനൽ തന്നെ ഇടണം. അവിടെ നമ്മൾ വേറെ ചാനൽ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ടൈം കഴിയുമ്പോൾ ആ ചാനൽ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പോയി. അപ്പൊ നമ്മുടെ വർക്ക് നമുക്ക് നമ്മുടെ സേഫിൽ തന്നെ നമുക്കൊരു പോർട്ട്ഫോളിയോ ആയിട്ട് സെറ്റ് ചെയ്യാന്ന രീതിയിലാണ് നമ്മുടെ ചാനൽ തന്നെ റിലീസ് ചെയ്തത്. അപ്പം ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ 22 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, 22 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ ഇത്രയും വ്യൂസ്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് 1.4K പോലും ഇപ്പൊ ഞാൻ 1 ഇയർ ആവുന്ന സമയത്താണ് കിട്ടിയത്. അത് ഓൾറെഡി നമുക്ക് വേറെ ചാനൽ റിലീസ് ചെയ്തപ്പോൾ 2K കഴിഞ്ഞ് പോയതാണ്. അത് റിലീസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ. അപ്പൊ ഇതിലേക്ക് എത്തുമ്പോ ഞാൻ വിചാരിച്ചത് കൂടിപ്പോയി 2K വ്യൂസ് 2 മാസം എടുത്ത് അത്രയും കിട്ടുന്നത്. പക്ഷെ ഇത് ഞാൻ പോലും കുറെ ആൾക്കാർ ഷെയർ ചെയ്ത് കിട്ടി. അങ്ങനെ 10K 2 വീക്സിനുള്ളിൽ തന്നെ ക്രോസ് ചെയ്തു. ഇപ്പൊ 11K ആയി, കൗണ്ടിങ് ആണ് ഇപ്പൊ. അത് നമുക്ക് ഭയങ്കര ഇന്നത്തെ കാലത്ത് 10K എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പറാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചത് വലിയ കാര്യം. എനിക്കത് വെറാക്കിളായിട്ടാണ് തോന്നുന്നത് ലൈഫില് ഇത്ര ആൾക്കാര്. അത് നമ്മുടെ ചാനലിൽ റിലീസ് ചെയ്ത് അത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ചാനൽ. അപ്പൊ അങ്ങനെ റിലീസ് ചെയ്ത് അപ്പൊ അത്ര ആൾക്കാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഇതില് ആദ്യത്തെ 1000 പേര് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഉറപ്പായിട്ട് ഷെയർ ചെയ്യാണ്ട് എന്തായാലും ഇത് നമ്മൾ ഗൂഗിൾ ആഡ്സോ അങ്ങനത്തെ ഒരു പ്രൊമോഷൻ എന്റെ റീൽ കട്ട് പോലും ചെയ്തിട്ടില്ല. സോ ഇത് അത് എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ കാണത്തില്ല. അതുകൊണ്ട് നമുക്കിതൊരു വളരെ വലിയൊരു സക്സസ് ആയിട്ടാണ് കണക്കാണ്. ബ്ലോക്ക് ബസ്റ്റർ എന്നാണ് സത്യം. നമ്മള് 300 ദിവസം ഓടി ഹൗസ്ഫുൾ ഷോ. ആ ഒരു സന്തോഷത്തിലാണ് നമ്മള്. അപ്പൊ ഈ ഒരു സന്തോഷം നമുക്ക് അടുത്ത വർഷം, ഹോപ്പ്ഫുള്ളി അടുത്ത വർഷം നമ്മൾ അങ്ങനെ നോക്കിക്കാണുകയാണ്. നമുക്ക് ഇതുപോലെ പാട്ടും ചെയ്യാനുള്ള സിനിമയും എല്ലാം എടുക്കാൻ പറ്റും. ഇതിനിപ്പോ നമ്മൾ ഭാവിയിൽ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇടണം. ആൾക്കാര് നിങ്ങൾ ഇടണം, നമ്മളല്ല നിങ്ങൾ ഇടണം. ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാണ്. അപ്പൊ നമ്മള് ഫ്യൂച്ചർ എങ്ങനെയാണ് നമ്മുടെ ഫ്യൂച്ചർ, അത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താന്നുള്ളത് കമന്റ് ചെയ്യാ, നമ്മളെയും കൂടെ അറിയിക്കുക. അപ്പൊ നമ്മള് അടുത്തൊരു സിനിമയും പാട്ടും ഒക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. നമ്മൾ ഒരുമിച്ച് വർക്ക്. അതായത് എനിക്ക് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് വേറെ ആരുടെ കൂടെയും കിട്ടുന്നില്ല. ഫ്രണ്ട്സ് ആണ്, എന്തും പറയാൻ പറ്റും, അടി ഉണ്ടാക്കാൻ പറ്റും, പിന്നെ എന്താ അടി ഉണ്ടാക്കാൻ പറ്റും, എന്തിനും പറ്റും. അതേപോലെ എന്ത് വേണം. അപ്പം ഞാൻ കറക്റ്റ് ഉദ്ദേശിക്കുന്ന സാധനം തരും ഔട്ട്. അത് ഭയങ്കര മാജിക്കലായിരിക്കും. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം തരും. ഇവൻ ജസ്റ്റ് കൂളായിട്ടിരിക്കും. അവിടെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ നോക്കുന്ന പറയുമ്പോൾ ചെയ്യുന്ന സാധനം ഭയങ്കര ഹൈ ആയിരിക്കും. ഭയങ്കര രസമാണ്. അത് ഭയങ്കര കണക്ട് ആവുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ അത് ഇവരുടെ വർക്ക് ഭയങ്കര ഇനിയും ഒരുപാട് തുടർന്ന് ആദ്യത്തെ സിനിമ നമ്മൾ തന്നെ ചെയ്യണം എന്നത് ആഗ്രഹമുണ്ട്. അതെന്തൊക്കെ വന്നാലും നമ്മൾ തന്നെ ചെയ്യും. അത് അത്യാവശ്യം നന്നായിട്ട് വരണം ആഗ്രഹമുണ്ട്. അതിനുള്ള എഫേർട്ട് നമ്മൾ ഇടും. സിനിമ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അടുത്ത വർഷം ഉറപ്പായിട്ടും സിനിമ അല്ലെങ്കിൽ നമ്മളെ ഷോർട്ട് ഫിലിം ആ ലെവലിലോട്ടായിരിക്കും വരുന്നത്. എന്തായാലും നമ്മുടെ ഒരു ഇതിലേക്ക് ഇട്ടായിരിക്കും. നിങ്ങളിൽ ആരെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അസ്. നമ്പർ താഴെ നമ്പർ ഓടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ പോവും. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം.
അപ്പം അതൊക്കെ തന്നെയുള്ളു ഗൈസ്. അപ്പം അടുത്തൊരു എപ്പിസോഡായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഞാൻ എബിൻ. അതെ, ഞാൻ കൃഷ്ണചന്ദ്രൻ. ഓക്കെ ബൈ. ബൈ. ഇനി അടുത്ത വർഷം കാണാം അല്ലേ? അടുത്ത വർഷം. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അതെ, ഹാപ്പി ന്യൂ ഇയർ. പക്ഷെ പിന്നെ ഒന്നുകൂടെ, ഹെയർ ലോക്ക് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഫീൽ ഗുഡ് ഷോർട്ട് ഫിലിമാണ്. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കണ്ട ആൾക്കാരും ആ ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പം ഇതിന്റെ മനസ്സേ എന്ന് പറഞ്ഞ സോങ് ഇതിൽ ഒരു സ്ഥലത്ത് പ്ലേസ് ആവുന്നുണ്ട്. അതാണ് ഇതിന്റെ കോർ. അപ്പൊ അത് നിങ്ങൾക്ക് ഇത് കാണാം, ഇതിൽ കേൾക്കാനും അത് വിഷ്വലി കാണാനും പറ്റും. എബിനോട് വർക്ക് ചെയ്യാൻ പറ്റിയാലും ഞാൻ ഭയങ്കര ഹാപ്പി. അതെ, പരസ്പരം ഹാപ്പിയാണ്. സോ ഇത് ഒരുപാട് ലെങ്ത് ആയി തോന്നുന്നു. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ ഗൈസ് ബൈ ബൈ ബൈ.